कृष्णा। सर्वं कृष्णार्पणमस्तु। प्रभुपाद की जय, गुरु महाराज की जय, राधा പവനപുരേശൻ की जय। ഓം ശ്രീ മാത്രയേ നമഃ. ഗുരുവായൂർ മഞ്ജരീസിന്റെ ഗീതാ പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. പോയിട്ട് വരും മാതാജി. എല്ലാരും വേഗം വാ, കുട്ടികളുടെ ക്ലാസ്സിൻ്റെ ഇത് കഴിയുമ്പോ. നമസ്തേ. എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് മറ്റ് വിശേഷങ്ങളൊന്നുമില്ല. ജോലി തിരക്ക് കൊണ്ടാണ് റെഗുലർ ക്ലാസ്സിൽ നിന്നൊന്ന് സ്കിപ്പായത്. ഒന്നും വിചാരിക്കരുത്. മെസ്സേജുകളൊക്കെ ഒരുപാടുണ്ട്. കുറച്ചൊക്കെ നോക്കി, ഇനിയും കുറേ മെസ്സേജ് നോക്കാനുണ്ട്. രാവിലെ പോയി വൈകിട്ട് വന്നിട്ട് മെസ്സേജ് നോക്കാനിരിക്കാനാവുന്നില്ല. അതുകൊണ്ടാണ്, എങ്കിലും നോക്കാറുണ്ട്. മാക്സിമം മെസ്സേജസ് എല്ലാം നോക്കി വരുന്നു. അല്പസമയം എടുക്കും നോക്കി വരാൻ, കംപ്ലീറ്റ് ചെയ്ത് വരാൻ. കാരണം ജോലി ഷൂട്ട് പോകുന്നത് കൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 93 42 49 49 41. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, നമ്മുടെ പെൻഡിങ് കാണാതെ പോയ ക്ലാസ്സുകളെല്ലാം കാണാനുള്ള ഒരു സമയം കിട്ടിയെന്ന് വിശ്വസിക്കുന്നുണ്ട്. കാരണം നമ്മൾ റെഗുലർ ക്ലാസ്സിൽ നിന്നൊന്ന് സ്കിപ്പായി. പക്ഷെ നാളെ മുതൽ റെഗുലർ ക്ലാസ് ഉണ്ടാവും. റെഗുലർ ക്ലാസ് എന്തായാലും ഉണ്ടാവും. കാരണം വെച്ചാൽ എനിക്ക് രാവിലെ ഇനിയിപ്പം കുറച്ച് നേരത്തെ പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം കുറച്ച് നേരത്തെ എത്തിയാൽ രാത്രി 8:30 മണിക്ക് നമുക്കൊരു സ്ഥിരമായിട്ട് റെഗുലറായിട്ട് മുൻപ് വെച്ചതുപോലെ നമുക്ക് വെക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയ ടൈമും രാത്രിയാണ് അല്ലേ. രാവിലെ ഈ ഹറിബറി ആയിട്ട് വീട്ടിലെ ജോലിയും കാര്യങ്ങളും എനിക്ക് സുഖമേ.
വീട്ടിലെ ജോലിയും കാര്യങ്ങളും തിരക്കും ഓട്ടവും കുട്ടികളെ വിടാനും ഹസ്ബൻഡ്സിനെ വിടാനും അവനവന് ജോലിക്ക് പോകാനും എല്ലാം ഈ ഒരു തിരക്ക് പിടിച്ചൊരു ടൈമിൽ നിന്നൊന്ന് മാറി ഓൾമോസ്റ്റ് എല്ലാവരും സന്ധ്യ ആകുമ്പോഴേക്ക് എത്തും തോന്നുന്നു. എത്തിക്കഴിയുമ്പം വൈകിട്ട് സന്ധ്യാനാമജപവും എല്ലാം കഴിയുമ്പോൾ നമുക്കൊരു 8:30 ആകുമ്പോൾ പഴയതുപോലെ ക്ലാസ് വെച്ചാൽ എല്ലാവർക്കും ക്ലാസ്സിൽ കയറാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് നാളെ മുതൽ നമുക്ക് ഞാനിവിടെ ഉള്ള സമയങ്ങളിൽ 8:30 മണിക്ക് നമുക്ക് വൈകിട്ട് ക്ലാസ് വെക്കാം. തിരക്കായതുകൊണ്ടാണ്. കാരണം അറിയാലോ എല്ലാവർക്കും 15 ദിവസം ഉണ്ടായിട്ടില്ല. ഞാൻ UP-യിലായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ മുമ്പേയും കുറച്ച് ഇങ്ങനെ യാത്രകളും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ കുറച്ചങ്ങോട്ടേക്ക് നന്നായിട്ടൊരു ഗ്യാപ്പ് വന്നു. അപ്പോൾ ആ ഗ്യാപ്പൊക്കെ ഇപ്പോൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂവിയല്ല സീരിയലിൻ്റെ ഷൂട്ടാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഡബിങ്ങും പോകുന്നു. അപ്പം അതുകൊണ്ടാണ് എനിക്ക് ഇതാക്കാൻ പറ്റാത്തത്. പിന്നെ മഞ്ജരീസിൻ്റെ ഫോണ് പൊതുവേ ഞാൻ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോകാറില്ല. കാരണം നമ്മളിപ്പോൾ ഒരാളെ വിളിക്കുമ്പം നമ്മൾ മാത്രമേ വിളിക്കുന്നുള്ളൂ. പക്ഷേ അതുപോലെ നിരവധി കോൾസ് മഞ്ജരീസിൽ വരുന്നത് കൊണ്ടാണ് എനിക്ക് അവിടെ പോയാലും ഈ ഫോൺ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. അപ്പം എനിക്ക് പോയ ജോലി തീർക്കാൻ പറ്റൂല. ഫോൺ അടിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് മുഴുവൻ അതിലായിപ്പോവും. അപ്പോൾ നമ്മൾ എന്ത് ജോലി ചെയ്യുന്നോ ആ ജോലി നമുക്ക് തെറ്റിപ്പോവും. അതുകൊണ്ട് മഞ്ജരീസിന്റെ ഫോണ് മിക്കപ്പോഴും ഞാൻ ജോലിക്ക് പോകുമ്പോൾ വീട്ടിൽ വെച്ചിട്ടാണ് പോകാറ്. അറിയാം പലർക്കും ബിന്ദുമ്മയോ മഞ്ജരി ചേച്ചിയോ ആരെങ്കിലും ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ടൈം നോക്കിയിട്ട് മെസ്സേജുകൾ കുറച്ചായിട്ട് നോക്കി വരുമ്പോൾ ഞാൻ എന്തായാലും മെസ്സേജിന് റിപ്ലൈ തരും. പിന്നെ മിസ് കോൾസിലേക്കൊക്കെ തിരിച്ചു വിളിക്കും. പലർക്കും അറിയാം അങ്ങനെ കോൾസ് വന്നിട്ടുണ്ട്. ചില സമയത്ത് രാത്രിയുടെ 8:30, 9:30, 10 മണിക്കൊക്കെ ആയിരിക്കും കോള് വരുന്നതും. മെസ്സേജുകളാണെങ്കിൽ രാത്രി 12:30, 11:30, 1 മണി ആ ടൈമിലൊക്കെ ആയിരിക്കും ഞാൻ ഇട്ട് വെക്കുന്നത്. അപ്പം അതുപോലെ അതുകൊണ്ട് തന്നെ അത് രാവിലെ നിങ്ങൾക്ക് കാണാലോ. അപ്പം അതുകൊണ്ടൊക്കെയാണ്. പിന്നെ കുറെ പേര് കോഫി പൗഡറിനൊക്കെ ഓർഡർ തന്നിട്ടുണ്ട്. കുറച്ച് പേർക്കൊക്കെ അയച്ചു. ഇനിയും കുറച്ച് പേർക്ക് അയക്കാനുണ്ട്. നോക്കാം. അതുപോലെ പിന്നെ ഇപ്പോൾ നമുക്ക് ഇസ്കോണിൽ നിന്നൊരു ബുക്ക് വന്നിട്ടുണ്ട്. നല്ലൊരു ബുക്കാണ് ഏകാദശിയെ കുറിച്ച്. ഞാനത് ഓഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പില്. എല്ലാവർക്കും സംശയമുണ്ട് ഏകാദശി എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഏകാദശി വരുന്ന സമയത്ത് കപ്പയും ചെറുപയറും ഒക്കെയാണ് അല്ലെ കൊടുക്കുന്നത് പ്രസാദമായിട്ട്. അപ്പൊ ധാന്യങ്ങൾ ഒഴിവാക്കണം എന്നുള്ളത് ഒരു അജണ്ട തന്നെയാണ്. ധാന്യങ്ങൾ നമ്മൾ ഒരിക്കലും ഏകാദശി ദിവസം കഴിക്കാൻ പാടില്ല. അപ്പം അങ്ങനെ ഏകാദശി എങ്ങനെയാണ് എടുക്കേണ്ടത്, അതിന്റെ നിയമാവലികൾ എന്തൊക്കെയാണ്, എപ്പോഴാണ് പാരണ, അല്ലെങ്കിൽ എന്താണ് പാരണ, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഏകാദശി എടുക്കുന്നത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിൽപ്പെട്ട പല വ്രതാനുഷ്ഠാനങ്ങളെ പറ്റിയും പലർക്കും ഇപ്പം വലിയൊരു അറിവില്ല, ഞാൻ അടക്കമുള്ളവർക്ക് അല്ലെ. പിന്നെ ഇതുപോലെയുള്ള സത്സംഗങ്ങളിലൂടെ നമുക്കിങ്ങനെ ഗുരുക്കന്മാരുടെ കാരുണ്യം കൊണ്ട് കിട്ടുന്ന അറിവുകൾ നമ്മളെല്ലാവരും മനസ്സിലാക്കിയാണ്. തീർച്ചയായിട്ടും രാജേഷ് പ്രഭു. അപ്പൊ അങ്ങനെയാണ് നമ്മളൊക്കെ കുറച്ചും കൂടെ ഭക്തിയിലൊന്നും ഇങ്ങനെ ഉയർന്നു വരുന്നത്. ഇപ്പോ നമുക്ക് ഈ എന്താ പറയാ 2025 പകുതി വരെ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ, അല്ലാണ്ട് മുന്നോട്ട് പോകാനേ പറ്റൂല. അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. അയ്യോ 1 മിനിറ്റ് കേട്ടോ, ഞാൻ ഒന്ന് കുക്കർ ഓഫ് ചെയ്യട്ടോ, 1 സെക്കൻഡേ.
ഹരേ കൃഷ്ണ, ക്ഷമിക്കണം. ഈ ബിന്ദും എനിക്ക് തരുന്ന ഓരോ പണിയാണ്. ഞാനേ ചോറ് ഇതിൻ്റെ ഇടയ്ക്ക് അതും പോകുന്നുണ്ട്. ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ലഞ്ച് കഴിക്കണ്ടേ. ചോറ് കുക്കറിൽ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ബിന്ദമ്മയോട്, അതിൻ്റെ മൂടി ഇടണ്ട, കുറച്ച് പാതി വെന്തിട്ടുണ്ട്, കുക്കർ മൂടി ഇടാതെ ജസ്റ്റ് ഒന്ന് വേവിച്ചാൽ മതി, അല്ലെങ്കിൽ പായസമായി പോകുന്നു. ബിന്ദമ്മ എന്നും പായസമാക്കിയിട്ടാ ചോറ് തരേ എനിക്ക്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ ഉടനെ അത് മൂടിയിട്ട് വെക്കും. അപ്പം ഞാൻ നോക്കിയില്ലായിരുന്നെങ്കിൽ ഇന്ന് കഞ്ഞിവെള്ളം കുടിക്കായിരുന്നു. ആ പരുവത്തിലായനെ. ആളെന്നിട്ട് മേലെ തുണി വിരിച്ചിടാൻ വേണ്ടി ഓടിയിരിക്കുക. ആളുടെ ജോലി അത് വിട്ടു തരൂല ആർക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള കുറേ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അല്ലേ. വരുന്നുണ്ട് ബിന്ദമ്മേ, ഞാൻ എന്താ പറഞ്ഞത്? ചോറ് കുക്കർ ഇടണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓടണ്ട ഇടണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനത് കുക്കർ ഇട്ടിട്ട് വിസിൽ വെച്ചത്? ജസ്റ്റ് ഒന്ന് വെന്താ മതി എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇല്ലേ? ഷോ, ഇന്നും കഞ്ഞി കുടിക്കേണ്ടി വന്നേനെ. ഞാൻ വാർത്തി, ചോറ് വാർത്തിയെന്ന്. കൊള്ളാം എന്തായാലും. അപ്പോ നമ്മളപ്പോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഭക്തിയിൽ നമ്മൾ ഉയർന്നു വരുന്നത് അല്ലേ. നമുക്ക് ജീവിതത്തിൽ എല്ലാം വേണം. ജീവിതത്തിലെ സൗകര്യങ്ങള്, എന്താ പറയാ, ജീവിതത്തിലെ സമാധാനം, നമുക്കൊരു സന്തോഷം, എല്ലാം നമുക്ക് വേണം. ജീവിതത്തിൽ ആരാ സന്തോഷം ഇഷ്ടപ്പെടാത്തത്? എല്ലാവരും ഇഷ്ടപ്പെടും. നമ്മളെ മനസ്സിലാക്കുന്ന കുറെ ആളുകൾ ചുറ്റിലും, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു പ്രത്യേക ഫീലാണത് അല്ലെ. നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന ആശ്വാസം, സമാധാനം. എപ്പോഴും ഇങ്ങനെ കുത്തി വർത്താനങ്ങൾ കേൾക്കുക, എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, എപ്പോഴും എന്തെങ്കിലും തരത്തിൽ നമ്മളെങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും ഉപദേശിക്കുക, ഇത് ആർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല, ഒരാൾക്കും ഇഷ്ടപ്പെടില്ല. അതിൽ നിന്ന് പുറത്തു വരാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഭക്തിയാണ്. കാരണം എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മൾ ഭക്തിയിൽ ഉയർന്നു വരുന്ന സമയത്ത് ഓരോ കാര്യങ്ങളും സ്വമേധയാ നമ്മുടെ ഉള്ളിൽ തോന്നും. ഇത് ചെയ്യണ്ട, അല്ലെങ്കിൽ ഇവിടെ പോണ്ട, അല്ലെങ്കിൽ ഇത് ശരിയല്ല, അത് നമുക്ക് വേണ്ട, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ആരെങ്കിലും തന്നു കഴിഞ്ഞാൽ പോട്ടെ, സാരമില്ല, അത് അവരങ്ങനെ കാണിച്ചു, നമ്മുടെ കർമ്മഫലം എന്ന മനസ്ഥിതിയോടുകൂടി, മനോഭാവത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ഓവർ ചിന്തകൾ നമ്മളെ കീഴടക്കില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? ഒരുപാട് ചിന്തകൾ നമ്മളെ എന്ത് ചെയ്യില്ല, അറ്റാക്ക് ചെയ്യില്ല. നമുക്കൊരു മനസ്സമാധാനം കിട്ടും. കാരണം നമ്മളെല്ലാവരും എന്തായി, 18+ ആയി അല്ലെ, 18ന്റെ മുകളിലേക്കായി. അപ്പൊ ഓരോ കാലഘട്ടത്തിലും നമുക്ക് അതിൻ്റെതായിരിക്കുന്ന ബുദ്ധിയും ബോധവും ഈശ്വരൻ തന്നിട്ടുണ്ട്. ആരും അങ്ങനെ തരാതൊന്നും ഇരുന്നിട്ടില്ല. എല്ലാവർക്കും അതിനനുസരിച്ചിട്ടുള്ള ബുദ്ധിയും ബോധവും ഉണ്ട്. ആ പക്വതയ്ക്ക് അനുസരിച്ച് ചിന്തിക്കാനുള്ള കഴിവുമുണ്ട്. അങ്ങനെ ചിന്തിച്ച് മെല്ലെ 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 നമ്മൾ ഓരോ ചുവടുകളായിട്ട് മുന്നോട്ട് വെക്കുക. പക്ഷെ ആ ജീവിതത്തിലും നമ്മൾക്ക് ചിലപ്പോൾ എന്ത് പറ്റും, തിരിച്ചടികൾ സംഭവിക്കാം. ഇല്ലാന്ന് പറയാൻ പറ്റില്ല. എത്ര ജീവിതം ശ്രദ്ധയോടുകൂടി കൊണ്ടുപോയാൽ പോലും നമുക്ക് തിരിച്ചടികൾ സംഭവിക്കും. ആ തിരിച്ചടികളിൽ നിന്ന് നമ്മൾ പുറത്തു വരാൻ ഭഗവാൻ നമുക്കൊരു വഴിയും കാണിച്ചു തരും. നമ്മൾ ഭക്തിയിലാണ് ഉറച്ചു നിൽക്കുന്നത് എങ്കിൽ ആ തിരിച്ചടികളിൽ നിന്ന് നമുക്ക് പുറത്തു വരാനുള്ള ഒരു അനുഗ്രഹവും ഭഗവാൻ നമുക്ക് തരും. അപ്പോ നമ്മൾ അതിൽ നിന്ന് എപ്പോഴും ഒരു കാര്യത്തിൽ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. പുല വന്നാൽ നരസിംഹ കവചം ചൊല്ലാമോ? ചൊല്ലുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഞാൻ കേട്ടിട്ടുള്ളത്, നമ്മൾ പുല വന്നു കഴിഞ്ഞാൽ, അശുദ്ധി വന്നു കഴിഞ്ഞാൽ നമ്മൾ നാവ് അനക്കാതെ വേണം ചൊല്ലാൻ എന്നാണ്. ഓക്കെ, ഷീബേച്ചി, ഞാൻ വിളിക്കാം ചേച്ചീനെ കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അങ്ങനെ ഒരു മനോഭാവത്തിലൂടെ, അതായത് ഇന്നിൽ ജീവിക്കുന്നു, എന്നാൽ നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മളുടെ ആ ഒരു റൂട്ടിൽ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സമാധാനം കിട്ടും അല്ലെ. ഒരുപാട് പേരിപ്പം ഇന്നലകളിൽ ഒരുപാട് തെറ്റായ ജീവിത രീതികളിലൂടെ വന്നവരുണ്ട്. ഇതൊന്നും അവരുടെ കുറ്റമല്ല, ഒരിക്കലും അവരുടെ കുറ്റമല്ല. ഭഗവാൻ നമ്മൾ ഒരു സ്ഥലത്തിൽ എത്താൻ വേണ്ടിയിട്ട്, ഒരു പൊസിഷനിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കർമ്മഫലങ്ങൾക്ക് അനുസരിച്ച് വഴി നടത്തുന്നതാണ്. മനസ്സിലാവുന്നത്? ഇപ്പൊ വാൽമീകി മഹർഷി രാമായണം എഴുതിയത് എങ്ങനെയാന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഏതെങ്കിലുമൊക്കെ വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്താൽ തന്നെയാണ് നമ്മൾ ഒരു നല്ല പൊസിഷനിൽ എത്തുക എന്ന് കരുതി നമ്മൾ ഒരിക്കലും അഴിച്ചിട്ട ഒരു മൃഗത്തെ പോലെ നടക്കരുത്. ഓരോ നിമിഷവും നമ്മൾ ചിന്തിക്കണം. നല്ല നല്ല സൗഹൃദങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. എപ്പോഴും ഞാൻ പറയാറുണ്ട്, നല്ല സൗഹൃദ ബന്ധങ്ങൾ വേണം. ചിലപ്പോൾ ഒരു അച്ഛനോടോ, ഒരു അമ്മയോടോ, ഒരു ഭർത്താവിനോടോ, ഒരു ഭാര്യയോടോ, കുഞ്ഞുങ്ങളോടോ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്തത് ഒരു നല്ല സുഹൃത്തിനോട് ഷെയർ ചെയ്യാൻ പറ്റും. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ രാത്രിയിൽ ഞാനിവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു 9-9:30 ആയിട്ടുണ്ടാവും. അപ്പൊ ആ സമയത്ത് എന്താ പറയാ, എന്റെ ഫ്രണ്ട്സ് വിളിച്ചു. ആദ്യം ഞാൻ ചെയ്ത സീരിയലിലെ ഫ്രണ്ട്സ് അവര് വിളിച്ചിട്ട് പറഞ്ഞു, എവിടെയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഫ്ലാറ്റിലുണ്ട്. എന്താ പരിപാടി? ഞാൻ പറഞ്ഞു, 9-9:30 ഫുഡ് കഴിച്ചിട്ട് കുറച്ചു നേരം മെസ്സേജ് ഒക്കെ നോക്കിയിട്ട് കിടക്കണം. ഇന്ന് മെസ്സേജ് ഒക്കെ ഒന്ന് ഹോൾഡ് ചെയ്, ഒന്ന് വാ. ഞാൻ ചിന്തേ
ഞങ്ങൾ വണ്ടിയെടുത്ത് താഴേക്ക് വരും. ഞാൻ പറയും എന്ത് പറ്റി? നീ വാ, വന്നിട്ട് പറയാമോ? ഓക്കെ, എന്നാ പോയിട്ട് വരാം. എപ്പോഴും ഇതന്നെയല്ലേ ജോലി, ഒരു റൊട്ടീൻ ലൈഫ് അല്ലേ. അങ്ങനെ ഞാൻ പോയപ്പോഴേക്കും അന്ന് ഞങ്ങൾ സീരിയലിൽ ഒരു 2 വർഷം മുമ്പേ ആക്ട് ചെയ്ത ആ ഒരു 10-12 പേരെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവരെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കളിയും ചിരിയും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു സമയം. ഏകദേശം ഞാൻ വരുമ്പോഴത്തേക്ക് 2 മണിയൊക്കെ ആയിട്ടോ. കുറേ നേരം സംസാരിച്ചിരുന്ന്. അപ്പം എന്നോട് പറഞ്ഞു, നിനക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് നോൺ വെജ് ഒക്കെ അവോയ്ഡ് ചെയ്തു. പൊങ്കലാണ്, നിനക്ക് ഇഷ്ടപ്പെട്ട പൊങ്കലാണ് ഇന്ന് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയും. അങ്ങനെ ആ പൊങ്കലൊക്കെ കഴിച്ചു, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച്. കാരണം ഒരേ പ്രായത്തിലും 1-2 വയസ്സിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഏജുകളുമായി നമ്മളൊന്ന് ചേർന്ന് നിന്നപ്പോൾ നമുക്ക് കിട്ടിയ ഒരു സന്തോഷം അത് എവിടെയും കിട്ടില്ല. തീർച്ചയായിട്ടും ശ്രീധരൻ പ്രഭു, അങ്ങേ ഞാൻ വിളിക്കുന്നുണ്ട്. അങ്ങേക്ക് വേണ്ട സാമ്പത്തിക സഹായവും ഞാൻ എത്തിക്കുന്നുണ്ട്. ധൈര്യമായിട്ടിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും നമുക്ക് കുറച്ച് നല്ല നല്ല നിമിഷങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ഗുണം, ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കൂടിച്ചേരലിൽ ഞങ്ങൾക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രൊഫഷൻ ആക്ടിങ് ആണ്. അപ്പൊ ആ പ്രൊഫഷനിൽ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന സാധനങ്ങൾ, അപ്ഡേഷൻസ് എല്ലാം ഒരു ഡിസ്കഷനിലൂടെ നമുക്ക് വരും. ഇന്ന മേക്കപ്സ് ആണ് നല്ലത്, ഇന്ന ബ്രാൻഡാണ് നല്ലത്, ഇന്ന കോസ്റ്റ്യൂമാണ് ഇന്ന സ്ഥലത്തുണ്ട്, ഇതുപോലെയുള്ള കോസ്റ്റ്യൂംസ്, അല്ലെങ്കിൽ ഇതുപോലെയാണ് ആ സ്ക്രിപ്റ്റ്, അല്ലെങ്കിൽ പുതിയൊരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതിന്റെ മാനേജർ ഇതാണ്. നമ്മുടെ കരിയർ സംബന്ധപ്പെട്ടതും തമാശയും ഒരുമിച്ചുള്ള ആ ഒരു എന്താ പറയാ സന്തോഷവും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങളും എന്ത് ചെയ്യാം? നിങ്ങളും നിങ്ങളുടെ നല്ല സുഹൃത്തുക്കളെ എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അത് ഇനിയിപ്പം സൗഹൃദങ്ങളില്ല എങ്കിൽ എന്ത് ചെയ്യാ? അങ്ങനെയൊന്നുമില്ല. ലികേഷ് പ്രഭു അവിടുന്ന് വലിയൊരു ഭക്തനാണ്, എനിക്കറിയാം. എൻ്റെ നാട്ടുകാരനാണ് എന്ന് പറയുന്നതിൽ തന്നെ എനിക്ക് അഭിമാനമാണ്. ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അങ്ങയുടെ വീട്ടു താമസത്തിന് ഞാൻ എത്തിയിട്ടില്ല. നാട്ടിൽ വരുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ കുടുംബസമേതം വരുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ അല്ലെ, പലപ്പോഴും ഇപ്പം ഈഗോന്റെ പുറത്ത് പലരും മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല, ചോദിക്കുന്നില്ല, പറയുന്നില്ല, വിളിക്കുന്നില്ല, മക്കളുടെ മക്കൾ ആരാന്ന് തിരിച്ചറിയുന്നില്ല. എങ്കിലും ഇപ്പോ വാട്സപ്പ് ഒക്കെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഫാമിലി ഗ്രൂപ്പുകളുണ്ട്. ഈ ഫാമിലി ഗ്രൂപ്പിൽ ഒരാൾ ഒരു ഫോട്ടോ ഇട്ട് അവർ ഇന്ന സ്ഥലത്ത് പോയി, അവർ അന്ന സ്ഥലത്ത് പോയി, അങ്ങനെയുള്ള കണ്ണുകൾ കൊണ്ട് കാണാതെ എല്ലാവരെയും വിളിക്കുക. ചെറിയ ജീവിതമല്ലേ നമ്മുടേത്. എല്ലാവരെയും വിളിക്കുക, സംസാരിക്കുക, കാണുക, എല്ലാത്തിനും ജീവിതത്തിൽ സമയം കണ്ടെത്തുക. പരസ്പരം നമ്മളെ കൊണ്ട് സാധിച്ചാൽ ഒരു കുഞ്ഞു ബുക്കാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഗിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ പ്രാക്ടീസ് ചെയ്ത ഭക്തി എന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക, അവരുടെ ദുഃഖങ്ങൾ കേൾക്കുക, പരസ്പരം ആശ്വസിപ്പിക്കുക. ഇങ്ങനെ ഒരു നല്ല മനോഭാവത്തോടു കൂടി അറ്റ്ലീസ്റ്റ് ഒരു 10 പേര് യാത്ര ചെയ്താൽ മാറുന്നതാണ് നമ്മുടെ സമൂഹം. മനസ്സിലാവുന്നുണ്ടോ? വെറുതെ നമ്മളിങ്ങനെ സമൂഹത്തിലെ ക്രൈംസ് അതൊക്കെ അറിയണം, വേണ്ടെന്നല്ല, പക്ഷെ അതിന്റെ മേളിൽ തന്നെ ഡിസ്കഷൻസും അത് തന്നെ ആലോചിച്ചിരിക്കാനും ചെന്ന് കഴിഞ്ഞാൽ ഒരു പോസിറ്റിവിറ്റി നമ്മളെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകും. എല്ലാത്തിനും സമയം കണ്ടെത്തും. ഞാനും നിങ്ങളുടെ പല പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് പലപ്പോഴും ക്ലാസ് വെക്കുന്നത്. കാരണം എന്താ, എനിക്കറിയാം ഞാനും ഒരു സ്ത്രീയാണ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ചോറുണ്ടാക്കണം, ഉച്ചയാകുമ്പോൾ നമുക്ക് ആ ഭക്ഷണം കഴിക്കണം, എല്ലാം നമുക്ക് വേണം അല്ലെ. അപ്പൊ രാവിലെ സ്ത്രീകൾക്കെല്ലാം ബുദ്ധിമുട്ടാണ്. കാരണം ഭർത്താക്കന്മാർക്ക് ജോലിക്ക് പോകണം. അവരെത്ര കഷ്ടപ്പെട്ട രാത്രി വന്ന് ജോലി കഴിഞ്ഞ് ശരീരവേദനയോടുകൂടി കുളിച്ച് കിടന്നുറങ്ങുന്നത്. അവർക്ക് രാവിലെ നല്ലൊരു ഭക്ഷണം കിട്ടാതെ ഭാര്യ കിടന്നിട്ട് ലൈവിന്റെ ഫോണും വെച്ചുകൊണ്ടിരുന്നാൽ ആർക്കാ ഇഷ്ടപ്പെടുന്നത്? ആർക്കും ഇഷ്ടപ്പെടില്ല. കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ എടുത്ത് വെക്കാതെ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് രാവിലത്തെ ക്ലാസ് ഇനി വേണ്ട. അപ്പൊ എനിക്ക് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും സമയത്തിന് ജോലിക്ക് പോകാൻ പറ്റും, വീട്ടിലെ ജോലികൾ തീർക്കാൻ പറ്റും, അതുപോലെ പൂജ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളൊക്കെ കണ്ടെത്തി നമ്മുടെ മഞ്ജരീസ് എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഒഫീഷ്യൽ ക്ലാസ്സുകൾ മാത്രം പോകുന്ന ഒരു പേജല്ല നമ്മുടെ മഞ്ജരീസ്. എല്ലാവരും ചേർന്നറിഞ്ഞ ഒരു കുടുംബം. അപ്പൊ ആ കുടുംബത്തിന്റെ സന്തോഷം നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഭക്തിയും വേണം, തമാശയും വേണം, ജീവിതവും വേണം, യാഥാർത്ഥ്യവും വേണം. അങ്ങനെ നമ്മൾ പോവുക. വൈകുന്നേരങ്ങളിലൊക്കെ ഇപ്പൊ ഒന്ന് മൊബൈലൊന്ന് മാറ്റിവെച്ച് കുടുംബത്തോടൊപ്പം സംസാരിക്കുക, വീട്ടിന്റെ അടുത്തുള്ളവരുമായിട്ട് സമയം കണ്ടെത്തുക, ഭക്ഷണം കഴിക്കുക. ദൈവത്തോർത്തിട്ട് കഴിക്കുമ്പോൾ ഒരിക്കലും മൊബൈൽ യൂസ് ചെയ്യരുത്. ഇതെന്റെ ഒരു ഹംപിൾ റിക്വസ്റ്റ് ആണ്. നിങ്ങൾ യൂസ് ചെയ്യാതിരുന്നാൽ നിങ്ങളുടെ മക്കൾക്കും അത് പകർന്നു കൊടുക്കാൻ പറ്റും. കഴിക്കുമ്പോഴും TV കാണുമ്പോൾ, ഇപ്പൊ ഹസ്ബൻഡും വൈഫും മക്കളൊക്കെ ആയിരുന്നു TV കാണുമ്പോൾ അപ്പോഴും മൊബൈലിൽ ഇരിക്കുന്ന പല ഭാര്യമാരും ഭർത്താക്കന്മാരും ഉണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക. അതിനൊക്കെ ഒരുപാട് സമയമുണ്ട്. ഓരോന്നിനും ഓരോ സമയം കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. സൺഡേ ആണ്, കുറച്ച് മാറി താമസിക്കുന്ന ഏട്ടനെയും ഏട്ടത്തിയമ്മയെയും അച്ഛനെയും അമ്മേനെയും ഒക്കെ ഒന്ന് കാണാൻ പോവുക. അങ്ങനെ 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 നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ജീവിതത്തെ ഒന്ന് കളർഫുൾ ആക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, നമ്മുടെ മനസ്സ് ഒന്ന് കൂളാവും. എല്ലാത്തിനും ആധാരം നമ്മുടെ മനസ്സാണ് അല്ലെ. മനസ്സിൽ നിന്നാണ് ഇന്ദ്രിയങ്ങളുമായിട്ടൊരു കണക്ഷൻ കിട്ടുന്നത്. ഈ മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി, ഇന്ദ്രിയങ്ങൾ കൺട്രോളിലാവും.
ഇത് മനസ്സ് പോയിട്ട് ഇവിടെ ശരീരം ഇരിക്കുന്നുണ്ടെങ്കിൽ മനസ്സ് എവിടെയോ ആണ്. ആലോചിച്ച് നോക്കിക്കേ, അങ്ങനെ ഒരു ജീവിതം നമുക്ക് ആവശ്യമില്ല. മനസ്സ് എവിടെയോ സഞ്ചരിച്ചിട്ട് ശരീരം ഒരു ഡമ്മി പോലെ ഒരു സ്ഥലത്തിരുന്നിട്ട് എന്താ കാര്യം? അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്നറിയാമോ? അയ്യോ ഞാൻ മറന്നുപോയത്, ഞാനത് മറന്നുപോയി, ഞാൻ എവിടെ വെച്ചെന്ന് ഓർമ്മയില്ല, തേടണം. ഇത് വേണ്ട. അപ്പൊ തന്നെ നമ്മൾ നമ്മളെ ഒന്ന് വാല്യൂ ചെയ്യാം. എനിക്ക് ഇതുപോലെ മറവി സംഭവിക്കാൻ കാരണം പ്രായമല്ല, എന്റെ മനസ്സിന്റെ ഏകാഗ്രത നഷ്ടപ്പെടുന്നതാണ്. അത് നേടിയെടുക്കാൻ ഞാൻ ഭക്തിയിൽ പ്രാക്ടീസ് ചെയ്യണം. ഞാൻ എത്ര സമയമില്ലെങ്കിലും രാവിലെ ജിമ്മിൽ പോകും. എത്ര സമയം എനിക്കില്ലെങ്കിലും ഞാൻ പോകും. 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ പോകും. കാരണം എന്താണെന്നറിയാമോ? അതും നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? ഞാനൊരു രോഗിയല്ല എന്ന് നമ്മുടെ മനസ്സിൽ ആദ്യം അടിവരയിട്ട് എഴുതി വെക്കുക. ഞാനൊരു രോഗിയല്ല, എനിക്ക് ശാരീരികമായി ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ, അതിനെ ഞാൻ എന്ത് ചെയ്യും? അതിജീവിക്കും. ഞാനെന്ന വ്യക്തിയെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരമേ ഉണ്ടാകൂ. ഞാൻ ഒരിക്കലും ഷൗട്ട് ചെയ്ത് സംസാരിക്കില്ല. ഞാൻ മാക്സിമം ക്ഷമ പാലിക്കും. പൊട്ടിത്തെറിക്കാൻ എളുപ്പമാണ്, ക്ഷമിക്കാൻ വളരെ പ്രയാസമാണ്. മനസ്സിലാവുന്നുണ്ട്? ഞാൻ ഒരുപാട് ക്ഷമയിലൂടെ ജീവിച്ചു പോകും. ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടുകൾ എപ്പോഴും വൃത്തിയായിട്ടിരിക്കും. മനസ്സിലായില്ലേ? എന്റെ വീട്ടിൽ ഞാൻ ജോലി ചെയ്യുന്നത് ഒരു ജോലിക്കാരിയുടെ സ്ഥാനത്തല്ല, ഇതെന്റെ ഉത്തരവാദിത്തമാണ്. എന്നോട് എന്റെ മക്കളും ഭർത്താവും എങ്ങനെ പെരുമാറിയാലും, ഭർത്താവിന്റെ കുടുംബം എങ്ങനെ പെരുമാറിയാലും എന്റെ പ്രതികരണം ക്ഷമയിലൂടെ ആയിരിക്കും. ഞാൻ അസൂയയ്ക്കും അഹങ്കാരത്തിനും എന്റെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കില്ല എന്ന മനോഭാവത്തോടു കൂടി നമ്മൾ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചാൽ അതിന്റെ അനുഗ്രഹം നമ്മുടെ മുഖത്ത് കാണാനുണ്ടാവും. സംശയമില്ല. ഒരു ബ്യൂട്ടി പാർലറിലും നമ്മൾ പോകേണ്ട കാര്യമില്ല. ഷൗട്ടിങ് ആദ്യം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. ഞാനും അതുപോലെയൊക്കെ ജീവിച്ച ഒരാളാണ്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. നമ്മളാരും ഗോലോകത്ത് നിന്ന് പൊട്ടിമുളച്ച് വന്ന ആൾക്കാരൊന്നും അല്ല. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. എല്ലാം അങ്ങ് ഒഴിവാക്കി. എന്തിന്? അതുകൊണ്ട് നമുക്ക് എന്താണ് നേട്ടം? നമ്മുടെ BP കൂടാ എന്നല്ലാതെ അതിൽ യാതൊരു നേട്ടമില്ല. ഞാനിപ്പോ ബിന്ദുമ്മയോട് പോലും ഷൗട്ട് ചെയ്യാറില്ല. എന്തെങ്കിലും ആയിക്കോളാൻ പറയും, കാര്യം മാത്രം പറഞ്ഞു കൊടുത്തു. വേണമെങ്കിൽ ചെയ്യട്ടെ, ഇല്ലെങ്കിൽ വേണ്ട എന്ന മനോഭാവത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ നമ്മുടെ ജീവിതം ഒരു ഭംഗിയായിട്ട് മാറും. അതിനാണ് നമ്മൾ ഗീത പഠിക്കുന്നത്. മനസ്സിലാവുന്നത്? അല്ലാതെ കുറെ ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടും കുറെ ഹരേകൃഷ്ണ മഹാമന്ത്രവും ജപിച്ചിട്ടും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭംഗി കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ എന്താ അതിനർത്ഥമുള്ളത്? ഒരർത്ഥവും ഇല്ല. ശിവജി അയച്ചോളൂ, ഞാൻ ഏട്ടന് അയച്ചു കൊടുത്തിട്ട് ചോദിക്കാം. ഇന്നിപ്പോ ഹോസ്പിറ്റലിൽ ഉണ്ടാവില്ല, ഞാൻ ചോദിക്കാം, നാളെ ചോദിക്കാം ഏട്ടനോട്, അല്ലെ ഇന്ന് തന്നെ വൈകിട്ട് വിളിച്ച് ചോദിക്കാം. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ ഒന്ന് പുറത്തു വരിക. ഞാൻ ഇപ്പൊ ഷീബേച്ചിന്ന് വിളിച്ചില്ലേ, മാതാജിയുടെ ഒരു റീസൺ ഞാൻ പറഞ്ഞൊരു കാര്യം പറയാം. തീരെ വയ്യായിരുന്നു, പക്ഷെ അവരതും അതിജീവിച്ചുകൊണ്ട് പല പ്രശ്നങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം എനിക്കിങ്ങനെ കണ്ടിന്യൂസ് കോൾ തന്നു. അപ്പൊ ഷൂട്ട് കഴിഞ്ഞ് വരുന്ന വഴിക്ക് പറ ഷിബേച്ചി, എന്റെ നാട്ടുകാരിയാണ്. എന്താ ചേച്ചിന്ന് ചോദിച്ചു. അമ്മു, ഞാനേ ആരെയോ കാണാൻ വേണ്ടി അവർ ഹോസ്പിറ്റലിൽ പോയി. പെട്ടെന്ന് അവിടെ നിന്ന് അവർക്കൊരു തലകറക്കം വന്നു. ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് എന്ത് ചെയ്തു? ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹീമോഗ്ലോബിൻ 4 എത്തിപ്പോയി, നിങ്ങൾ വീട്ടിലെത്തുമ്പോഴേക്കും നിങ്ങൾക്ക് അറ്റാക്ക് വന്ന് മരിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ റിസ്കിൽ ഞങ്ങൾ വിടില്ല, നിങ്ങളുടെ റിസ്കിൽ നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ തന്നെ ഉടനെ ട്രീറ്റ്മെന്റ് എടുത്തു. ആ ഭക്തിയുടെ ശക്തിയാണത്, അല്ലാന്ന് പറയാൻ പറ്റും. അതേസമയം ആ കാണേണ്ട പേഴ്സണെ അവർ ഹോസ്പിറ്റലൈസ് ആണ്, നാളെ പോയി കാണാം എന്നൊരു ചിന്ത നമുക്ക് വന്നിരുന്നെങ്കിൽ വീട്ടിൽ നിന്ന് നമുക്കൊരു ആപത്ത് പറ്റിയാൽ ഹോസ്പിറ്റലിൽ എത്തുന്ന ഒരു ടൈം ഡ്യൂറേഷൻ ഉണ്ട്. മനസ്സിലായോ? ഓക്കെ സുധി, ഓക്കെ, നോ പ്രോബ്ലം, ജോലി ചെയ്യും. അപ്പൊ വീട്ടിൽ നിന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്ന ഒരു ടൈം ഡ്യൂറേഷൻ ഉണ്ട്. ആ ടൈം ഡ്യൂറേഷനുള്ളിൽ നമ്മുടെ ജീവിതത്തിന് എന്തും സംഭവിക്കാം. പക്ഷേ ഹോസ്പിറ്റലിൽ തന്നെ വെച്ചുകൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് അവർക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വളരെ ചെറിയ സമയം മതിയായിരുന്നു. ഇതാണ് ഭക്തിയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത്. നമുക്കൊരാപത്ത് വരുമ്പോൾ ഭഗവാൻ അതിന് അനുകൂലമായ സാഹചര്യങ്ങളിൽ നമ്മളെ കൊണ്ടുപോയി എത്തിച്ച് നമുക്ക് അതിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു അനുഗ്രഹം തരും. ഇതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഞാൻ പറയാറില്ലേ കുറെ ചാന്തും പൊട്ടും വാരി തേച്ചത് കൊണ്ടും കുറെ കാവി ഇട്ടത് കൊണ്ടും രുദ്രാക്ഷങ്ങൾ അണിഞ്ഞത് കൊണ്ടും 24 മണിക്കൂറും ഞാൻ ഭക്തിയാണെന്ന് പറഞ്ഞ് നടന്നത് കൊണ്ടും ഭക്തിയാവില്ല. ഭക്തിയിൽ ഒരു റിയാലിറ്റി ഉണ്ട്. ആ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ എന്തായി? നമ്മൾ ഭക്തിയുള്ളവരായി. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ ഏകാഗ്രത കിട്ടും. നമുക്കൊരു കാര്യം ഒരാൾ സംസാരിക്കുമ്പോൾ അത് കേൾക്കാനുള്ള മനസ്സ് കിട്ടും. നമുക്കൊരു റിവെഞ്ചിങ് മെന്റാലിറ്റി ഉണ്ടാവില്ല. എന്തിനാ നമുക്ക് ഈ റിവെഞ്ചിങ് മെന്റാലിറ്റി? ഒരാളെ നശിപ്പിക്കണം, ഒരാളെ തോൽപ്പിക്കണം, അവരെക്കാൾ മുൻപിൽ കയറണം, അവരെ അങ്ങനെ ആക്കണം. ഇതൊക്കെ എനിക്കും ഉണ്ടായിരുന്നു ഒരു കാലത്ത്.
ഇതിൽ നിന്നൊക്കെ മാറി 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 നമ്മൾ മുന്നോട്ട് വരുമ്പോൾ നമുക്കൊരു സമാധാനമുണ്ട് ജീവിതത്തിൽ. നമുക്കൊപ്പം ഉള്ളവരെയും നമ്മൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നവരെയും നമുക്ക് ചുറ്റിലുള്ളവരെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ പിന്നെ ഭക്തി കൊണ്ട് എന്താ ഉപകാരം? ആലോചിച്ചു. ഇത്ര കാലം ജപിച്ചത് കൊണ്ട് എന്താ പ്രയോജനം? അപ്പൊ ഇന്ന് മുതൽ നമ്മുടെ ചിന്തകളെയും നമ്മുടെ മനസ്സിനെയും ഒക്കെ ഒന്ന് മാറ്റി നമ്മളൊരു വ്യത്യസ്തമായിരിക്കുന്ന ഭക്തിയിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. റെഡിയാണോ? ആണെങ്കിൽ ഞാൻ ഒരു ദിവസം സൂം ക്ലാസ് വെക്കും. ഒരു ക്ലാസ് സൂം ആയിരിക്കും. പക്ഷെ അത് വെക്കുമ്പം എനിക്ക് തോന്നുന്നു ആദ്യം യൂട്യൂബ്, പിന്നെ FB, പിന്നെ മെയിൽ ഗ്രൂപ്പ് അങ്ങനെ വെക്കാനേ സാധിക്കും തോന്നുന്നു. കാരണം സൂം എനിക്ക് അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിലാണെങ്കിൽ പരിധിയില്ലാന്ന് തോന്നുന്നു അല്ലെ, കുറെ പേർക്ക് കയറാൻ തോന്നുന്നുണ്ട്. സൂം ആണെങ്കിൽ മാക്സിമം 100 നോട്ട്സോ അങ്ങനെ എന്തോ പറ്റത്തുള്ളൂ. എനിവേ നമുക്കൊരു ദിവസം സൂം ക്ലാസ്സിൽ കാണണം, എല്ലാവരെയും ഒന്ന് കാണണം, എങ്ങനെ ഇരിക്കുന്നു, എന്താണ്, എവിടെയാണെന്നൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ്സിലേക്ക് പോവാം. ഗീതാ പഠന ക്ലാസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. അധ്യായം 7 അതിനു മുൻപേ ഏകാദശിയെ കുറിച്ചുള്ള ബുക്ക് അത് നമുക്കുണ്ട്. 200 രൂപയാണ് അതിന്റെ വില. വളരെ നല്ല ബുക്കാണ്, യൂസ്ഫുൾ ആണ്. ആർക്ക് വേണമെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാം, സ്വന്തമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ കുറെ പേര് ഓർഡർ തന്നിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ ദയവായി മെസ്സേജ് അയക്കുക. കാരണം നാളെ ഞാൻ ആ ബുക്ക് ഇവിടുന്ന് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ടോട്ടൽ കൗണ്ട് കൊടുത്തു കഴിഞ്ഞാലേ എനിക്കത് പോസ്റ്റ് ചെയ്യാൻ പറ്റൂ. അതിനുശേഷം വരുന്ന ഓർഡറുകൾ പിന്നെ ഒരുപാട് താമസിക്കും. മലയാളത്തിലാണ് ഇപ്പോഴത്തേക്ക് ബുക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആവശ്യമുള്ളവർ എനിക്ക് എത്രയും പെട്ടെന്ന് ബുക്സിന്റെ ഓർഡർ തരുമ്പോൾ ദൈവത്തോർത്ത് പിൻകോഡ് തരിക. പിൻകോഡ് ഇല്ലാതെ അഡ്രസ്സ് എനിക്ക് അയക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഫുൾ നിങ്ങളുടെ പേര്, അഡ്രസ്സ്, ഓഡിയോ ആയിട്ട് അഡ്രസ്സ് ഇടാതിരിക്കുക. കാരണം ചിലതൊന്നും എനിക്ക് ഓഡിയോ മനസ്സിലാവുന്നില്ല അഡ്രസ്സ് പറയുമ്പോൾ. അപ്പൊ ഓഡിയോ അല്ലാതെ ആരെ കൊണ്ടെങ്കിലും ടൈപ്പ് ചെയ്തിടിച്ചിട്ട് എനിക്ക് തരിക. ഒട്ടും എഴുതാൻ അറിയില്ല എന്നുള്ളവർ മാത്രം ഓഡിയോ ഇടുമ്പോൾ പേര്, സ്ഥലം, വീട്ടുപേര്, പോസ്റ്റ് ഓഫീസ് എവിടെയാ സ്ഥലം, അതിന്റെ ജില്ല എവിടെയാണ്, അതിന്റെ പിൻകോഡ് എത്രയാണ്, നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ എത്രയാണ്, ഇത് നിർബന്ധമാണ്. പല വാട്സപ്പുകളിലും കോൾ കോൺടാക്ട് ഇല്ല, അത് വാട്സപ്പ് മാത്രമായിരിക്കും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൃത്യമായിട്ട് അഡ്രസ്സ് തരിക. ക്ലിയർ? അപ്പൊ ഇപ്പൊ നമ്മൾ അധ്യായം 7 ഒരു കോള് വരുന്നു. അധ്യായം 7 നമ്മൾ പഠിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപത്തില്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പാതിയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു ഒരു ശ്ലോകം. ആ ശ്ലോകം തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. 15ാമത്തെ ശ്ലോകം കുറച്ച് വലുതായിരുന്നു. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം? സൂപ്പർ രജനി മാതാജി. അപ്പൊ എനിക്ക് ലൈവിൽ ഇടണ്ട ബുക്സ് വേണ്ടവർ മഞ്ജരീസിന്റെ നമ്പറിലേക്ക് ഇടും. 93 42 49 49 41 ആ നമ്പറിലേക്ക് ഇടും. ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് മഞ്ജരീസിന്റെ നമ്പർ ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കും. ഒരു 5-6 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ടൈപ്പ് ചെയ്യും ലൈവില്. അപ്പൊ അത് അവർക്ക് എഴുതിയെടുക്കാൻ പറ്റും. അപ്പൊ നമ്മള് 15ാമത്തെ ശ്ലോകം അല്ലെ, 15ാമത്തെ ശ്ലോകം കുറച്ച് വലുതായിരുന്നു. അപ്പൊ അത് പാതിയിൽ നിർത്തിപ്പോയതാണ്. നമ്മളിപ്പോ 15ാമത്തെ ശ്ലോകമാണ് എടുത്തു പോകുന്നത് കേട്ടോ. ഇത് വലിയൊരു അധ്യായമാണ് ഈ 7ാമത്തെ അധ്യായം. അതാണ് അത് നീങ്ങാത്തത്. മാത്രമല്ല നമ്മുടെ ക്ലാസ്സും സ്കിപ്പ് ചെയ്ത് പോകണ്ടല്ലോ നമ്മൾ, അതുകൊണ്ടാണ് അത് കൂടുതൽ ഇങ്ങനെ ഉണ്ടാവുന്നത്. മാക്സിമം നമുക്ക് ഇന്നേക്ക് എടുക്കാൻ പറ്റുന്നല്ല എടുക്കാം കേട്ടോ. ജനങ്ങളെല്ലാം നരാധന്മാരാകുമ്പോൾ ഭൗതിക പ്രകൃതിയുടെ ശക്തിപ്രഭാവത്താൽ വിദ്യാഭ്യാസം എന്നത് കേവലം പൊള്ളയായിത്തീരുന്നു. വാസ്തവമായ കാര്യമാണ്. ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ്? സൺഡേ വെക്കാം. ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു കച്ചവടമാണ് അല്ലേ. ഇപ്പോ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് സ്കൂളുകൾ എന്തുമാത്രം ഫീസാ വാങ്ങിക്കൂട്ടുന്നത്. ഈ ഫീസ് വാങ്ങിക്കൂട്ടിയിട്ട് ഈ കുട്ടികൾക്ക് അതിന് വേണ്ടതായ എന്തെങ്കിലും ഒരു കാര്യം അവരെ അങ്ങോട്ട് ഒരു ഡമ്മി പോലെ നിർത്തുകയാണ്. ആ വിദ്യാഭ്യാസ സംസ്കാരം ഒന്ന് മാറണം. അതിന്റെ റിസൾട്ട് എന്താണ്? സ്കൂളുകൾ പരക്കെ കഞ്ചാവും ലഹരിയും പ്രശ്നങ്ങളും എന്ന് വേണ്ട. ആ പാരന്റ്സ് പോലും എന്താണെന്ന് കുട്ടികൾ മറന്നു പോവാണ്. ടീച്ചേഴ്സിനെ പോലും തിരിച്ചു തല്ലുന്ന ഒരവസ്ഥ ഇതിലേക്കായി ഇന്നത്തെ തലമുറ. ഇതിനെല്ലാം കാരണം എന്താണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. വിദ്യാഭ്യാസം ഒരു കച്ചവടമായി മാറുകയാണ്. കാരണം എന്താ? വിദ്യാഭ്യാസത്തിന്റെ മുകളിലിരിക്കുന്ന അധികൃതര് എത്ര കുട്ടികൾ വരുന്നു എന്ന് പറയുമ്പോൾ ആ കുട്ടികൾക്ക് അതൊരു ഇന്റർവ്യൂ ആണ്. കുട്ടികളെക്കാൾ മുൻപേ അവരുടെ പാരന്റ്സിന് ഒരു ഇന്റർവ്യൂ ആണ്. പാരന്റ്സിന്റെ ജോബ്, പാരന്റ്സ് എന്ത് പൊസിഷനിൽ, അവരുടെ ആനുവൽ ഇൻകം, ക്വാർട്ടർലി ഇൻകം, എഡ്യൂക്കേഷൻ, എത്ര ബ്രദറും സിസ്റ്ററും ഉണ്ട്, അവരുടെ ഓൺ ഹൗസ് ആണോ അല്ലേ, ഇങ്ങനെ പോകുന്നു ചോദ്യം. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഈ കുഞ്ഞിന് എന്തെല്ലാം ടാലന്റ്സ് ഉണ്ട് എന്നുള്ളത് ആരും ചോദിക്കുന്നില്ല. ഒരു കുട്ടിയെ കാണുമ്പോൾ ആ കുട്ടിക്ക് എന്തെല്ലാം കഴിവുകളുണ്ട്,
പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഇന്റർവ്യൂവിന് മുമ്പ് നഴ്സറി റൈംസ് ഒക്കെ ഒന്ന് പഠിപ്പിക്കുമായിരുന്നു അല്ലേ. അപ്പൊ ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ പാരന്റ്സിന്റെ സാമ്പത്തിക സ്രോതസ് അതാണ് വിദ്യാഭ്യാസത്തിന്റെ ഫസ്റ്റത്തെ മാനദണ്ഡം. അത് വെച്ചിട്ടായിരിക്കും ഒരു സ്കൂളിൽ സീറ്റ് കൊടുക്കുന്നത് ഒരു കുഞ്ഞിന്. എന്നിട്ടോ അതിനു വേണ്ടിയിട്ട് പലതരത്തിലുള്ള പൈസ വസൂലാക്കലാണ്. ആ കുട്ടികളെ പഠിപ്പിക്കാൻ പാരന്റ്സ് കിടന്നിട്ട് ചക്രശ്വാസം വലിക്കുകയാണ്. എന്നാൽ ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് പോയാലോ, ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയിട്ട് വേണം ഇനി ഒന്ന് സ്വസ്ഥമായി ലീവ് എടുക്കാൻ, അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങാൻ എന്ന മനോഭാവത്തിൽ അധ്യാപകർ മാറി. കാരണം എന്താ, പഠിപ്പിച്ചാലും പഠിപ്പിച്ചില്ലെങ്കിലും വിദ്യാഭ്യാസത്തിന്റെ വിജയത്തിന്റെ സ്രോതസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് വരേണ്ട PF-ഉം സാലറിയും ഞങ്ങൾക്ക് വരും. ഈ പിള്ളേരെ ഒന്നും നന്നാക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. അവന്റെ അച്ഛൻ വെള്ളടിച്ചെടുക്കുക, അവന്റെ അമ്മ അങ്ങനെ നടക്കുക, അവന്റെ സഹോദരൻ ഇങ്ങനെ നടക്കുക, ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു ഇതെടുത്ത് വെച്ചിട്ട് മനസ്സിലെടുത്ത് വെച്ചിട്ട് അതും അങ്ങനെ ആവൂ എന്ന മനോഭാവത്തിൽ അധ്യാപകർ മാറിപ്പോയി. എല്ലാവരും അങ്ങനെയല്ല കേട്ടോ, ഒരു വിഭാഗം അധ്യാപകർ മാറിപ്പോയി. ഇവരെ ഒന്നും നടത്തണ്ട നോക്കണ്ട എന്ന മനോഭാവത്തിലായി. ഇങ്ങനെ ആയി തീർന്നു. അതുകൊണ്ട് തലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നിർത്തലാക്കേണ്ടത് ഫീസാണ്. സീരിയസ്ലി ഞാൻ പറയുന്നു, പ്രൈവറ്റ് സ്കൂളിലെ ഈ അമിതമായ ഫീസ് വാങ്ങിക്കോളൂ, വേണ്ടാന്ന് പറയുന്നില്ല. കാരണം എല്ലാ ബിൽഡിങ്ങിന് ടാക്സ് വരെ കെട്ടേണ്ട കാര്യമുണ്ട്, അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം, എല്ലാം തന്നെ. പക്ഷെ അതൊരു പരിമിതമായ നിലയിലോട്ട് വരുവാണെങ്കിൽ കുട്ടികൾക്കും നല്ല വിദ്യാഭ്യാസം ഉറപ്പാക്കിക്കൊണ്ട് വേണം ആ ഫീസ് വാങ്ങാൻ. അടിച്ചേൽപ്പിക്കരുത് അവരുടെ മുകളിൽ. നമുക്കൊക്കെ ഹിന്ദി സബ്ജക്ട് എപ്പോഴാ തുടങ്ങിയത്? ഇന്ന് 2ാം ക്ലാസ്സിന്റെ ഹിന്ദിയാണ്. പൊങ്ങാത്ത ഭാരം അവരുടെ തലയിലെടുത്ത് വെച്ചിട്ട് അവരെ അങ്ങോട്ട് ഇട്ടിട്ടിട്ടിട്ട് കഷ്ടപ്പെടുത്താണ്. കുട്ടികൾക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വെറുത്തു പോകുന്ന ഒരു അവസ്ഥയിലോട്ട് പോയി. അപ്പൊ ഇതിൽ നിന്ന് ഒരു മാറ്റം അത് നമ്മൾക്ക് അനിവാര്യമാണ് അല്ലെ. നമ്മുടെ സമൂഹത്തിന് അനിവാര്യമാണ് അങ്ങനെ ഒരു മാറ്റം. കുട്ടികളുടെ ഫീസിനും കുട്ടികളുടെ ജീവിത രീതിക്കും ഒരു മാറ്റം നമ്മളെങ്കിലും സൂക്ഷിക്കണം. പണ്ട് കുഞ്ഞുണ്ണി മാഷൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് കുട്ടികൾക്കൊരു ഭംഗി ഉണ്ടായിരുന്നു, അവരുടെ സ്വഭാവത്തിനൊരു ഭംഗി ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ഗുരുകുലത്തിലെ കുട്ടികൾ തന്നെ വളരെ സ്മാർട്ടാണ്. ആദ്യമൊക്കെ ഞാൻ അവരോട് പറയും, കുട്ടികളെ വെള്ളം കുടിക്കണം, നിങ്ങള് മിക്കപ്പോഴും വെള്ളം കുടിക്കാറില്ല, പക്ഷെ മാതാജി ക്ലാസ് എടുക്കുമ്പോഴെങ്കിലും എന്റെ മക്കള് ഫ്ലാസ്ക് കൊണ്ടുവെക്കണം എന്ന് പറയുമ്പോ, അല്ലാതെ ഞാൻ അവരോട് ഒരിക്കലും ഗുരുകുലം ക്ലാസ്സിൽ നിങ്ങൾ ചന്ദനം തൊട്ട് ഗോപി ചന്ദനം തൊട്ട് വന്നിരിക്കണം എന്ന് ഞാൻ അവരോട് കമ്പൽ ചെയ്യാറില്ല. ഓട്ടോമാറ്റിക്കലി അവർ തൊടും. ഗോപി ചന്ദനത്തിന്റെ പവിത്രത എന്താണ്, നെറ്റിയിൽ നമ്മൾ ചന്ദനം തൊടുന്നതിന്റെ മഹത്വം എന്താണെന്ന് ക്ലാസ്സുകളിൽ പറഞ്ഞു കഴിയുമ്പം അവരറിയാതെ എടുത്ത് തൊട്ടോളും. അത് ഞാൻ ഇവിടെ കമ്പൽ ചെയ്യാറില്ല, ഒരിക്കലും ഞാൻ കമ്പൽ ചെയ്യാറില്ല. പക്ഷെ എന്റെ മക്കളെല്ലാവരും ഗുരുകുലത്തില് വാട്ടർ ബോട്ടിൽ കയ്യിൽ കരുതും. കാരണം എന്താ, ഞാനും വെള്ളം കുടിക്കും അവരുടെ മുമ്പിൽ ഇരുന്നിട്ട്, അവരും വെള്ളം കുടിക്കും. അപ്പൊ എന്താണ്, അവരുടെ ശരീരത്തിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് അവർ ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും. വെള്ളം കുടിച്ച് ഓരോ സൺഡേസ് എങ്കിലും വെള്ളം കുടിച്ച് ശീലിക്കുമ്പം അവർ ഓട്ടോമാറ്റിക്കലി വെള്ളം കഴിക്കാൻ തുടങ്ങും. അവിടെ തുടങ്ങും അവരുടെ എന്താ പറയാ രക്തോട്ടവും അവരുടെ എല്ലാ മാനസികമായിരിക്കുന്ന സന്തോഷവും. വൈകിട്ട് പേട്ടെ മക്കളെ ക്ലാസ് എന്ന് ചോദിച്ചാൽ ആദ്യം പറയുന്നത്, വേണ്ട മാതാജി കുറച്ചുകൂടെ കഥ പറഞ്ഞു തരാമോ എന്നാണ്. പക്ഷെ ഇതൊരിക്കലും അവരുടെ ട്യൂഷൻ ക്ലാസ്സുകളിൽ പറയുന്നുണ്ടാവുന്നില്ല. അതാണ്, ഓരോ കുട്ടികളും ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അവരെഴുതുമ്പോഴും വായിക്കുമ്പോഴും എന്തുമാത്രം സന്തോഷം എന്നറിയാം. അവർക്ക് പഠിക്കുന്നത് ഗീതയാണെന്നേ അവർക്ക് അറിയില്ല. അങ്ങനെയാണ് നമ്മുടെ മഞ്ചേരീസ് ഗുരുകുലത്തിലെ കുട്ടികൾ ഓരോ ക്ലാസ്സും പഠിച്ചു പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. നമ്മളോട് എന്തും തുറന്നു പറയാനും എല്ലാം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ബിസിനസ് എന്ന രീതിയിലോട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ പാരന്റ്സ് എങ്കിലും അനുവദിക്കരുത്. മനസ്സിലായില്ലേ? അങ്ങനെ നമ്മുടെ കേരള സ്റ്റേറ്റ് സിലബസ് എത്ര ഈസിയാണ്. CBSE ഒക്കെ ഭയങ്കര ടഫാണ് അല്ലെ. പക്ഷെ എന്റെ മോനും CBSE പഠിക്കണം എന്ന് എന്റെ വീട്ടിൽ നിന്ന് കമ്പൽ ചെയ്തപ്പോൾ പഠിച്ചപ്പോഴും 10th എത്തിയപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് CBSE വേണോ കേരള സ്റ്റേറ്റ് സിലബസ് വേണോ? നീ CBSE പഠിച്ചൊരു കുട്ടിയാണ്, നീ സ്റ്റേറ്റ് സിലബസിൽ പോയി എക്സാം എഴുതാൻ നിനക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മമ്മി അത് ശരിയാവോ? ഞാൻ തീർച്ചയായിട്ടും ശരിയാവും. എല്ലാവരും എന്നോട് പറഞ്ഞു, നീ ലാസ്റ്റ് 10ാം ക്ലാസ് ഘട്ടത്തിൽ ആ കുട്ടീനെ ലൈഫ് വെച്ചാ കളിക്കുന്നത്. ഞാൻ കുഴപ്പമില്ല, തോൽക്കുകയാണെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. 10ാം ക്ലാസ് തോറ്റൊന്നും നിന്റെ ജീവിതം അങ്ങ് തീരുമൊന്നുമില്ല. അതല്ല നിന്റെ അവസാന അത്താണി എന്ന് പറയുന്നത്. നീ ധൈര്യമായിട്ട് എഴുതിക്കോളാൻ പറഞ്ഞു. എന്റെ മകൻ മലബാർ ക്രിസ്ത്യൻ കോളേജിൽ വെച്ചിട്ടാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ 10th എക്സാം എഴുതുന്നത്. കാരണം എന്റെ വീട്ടിലുള്ള ആ ഒരു കമ്പലായിരുന്നു CBSE പഠിക്കണമെന്ന്. ശരി, ഞാൻ വിട്ടുകൊടുത്തു. പക്ഷെ എൻഡില് കേരള സ്റ്റേറ്റ് സിലബസിന്റെ SSLC ബുക്ക് തന്നെ എനിക്ക് കിട്ടണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അവൻ സ്റ്റേറ്റ് സിലബസ് ആണ് എഴുതിയത്. അപ്പൊ അതിൽ എത്രമാത്രം മഹത്വമുണ്ടെന്നറിയാമോ? അപ്പൊ നമ്മുടെ മക്കളെ ട്രെയിൻ ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. ആ രീതിയിലേക്ക് നമ്മൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുപോകണം. കുട്ടികൾ നാളത്തെ തലമുറയുടെ ഭാവി വാഗ്ദാനങ്ങളാണ്. അവർ ലഹരിക്ക് അടിമപ്പെടാൻ പാടില്ല. അവരൊരിക്കലും ആ വഴിക്ക് പോകരുത്.
അതിനാദ്യം കാലെടുത്ത് മുന്നോട്ട് വെക്കേണ്ടത് അച്ഛനമ്മമാരാണ്. അവർക്ക് മനസ്സ് തുറക്കാൻ സാഹചര്യമില്ലാതെ വിങ്ങി പൊട്ടുമ്പോഴാണ് അവർ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിലേക്ക് പോയി പോകുന്നത്. അതിൽ നിന്നൊരു മാറ്റം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിദ്യാഭ്യാസം എന്താ പറയുന്നത്? ജനങ്ങളെല്ലാം നരാധമന്മാരാകുമ്പോൾ, അധമന്മാരാകുമ്പോൾ, വിവരമില്ലാത്തവരാകുമ്പോൾ, ഭൗതിക പ്രകൃതിയുടെ ശക്തി പ്രഭാവത്താൽ, അതായത് നമ്മുടെ ചുറ്റുപാടുകളുടെ ഫോഴ്സ് കാരണം വിദ്യാഭ്യാസം എന്നത് കേവലം പൊള്ളയായി മാറുന്നു എന്ന് ഭഗവത്ഗീതയിൽ പോലും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ആലോചിച്ചോ, ഭഗവത്ഗീതയിൽ പോലും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ലേ ഇന്ന് സംഭവിക്കുന്നത്? ഇത് ഇന്നും ഇന്നലെ എഴുതിയ ബുക്കാണോ? അല്ല, എത്രയോ കാലങ്ങൾക്ക് മുൻപേയുള്ള ബുക്കാണ്. ആ പുസ്തകത്തിൽ പോലും അത് എഴുതി വെച്ചെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ചിന്തിക്കണം. പണ്ഡിതനായിരിക്കുന്ന ബ്രാഹ്മണനെയും ചണ്ടാളനെയും നായ, പശു മുതലായ മൃഗങ്ങളെയും ഒരേ നിലയിൽ കാണുന്നവനത്രേ ഭഗവത്ഗീതയുടെ ദൃഷ്ടിയിൽ അറിവുള്ളവൻ. എന്താ പറയുന്നത്? പണ്ഡിതനായിരിക്കുന്ന ബ്രാഹ്മണനെയും ചണ്ടാളനെയും നായ, പശു മുതലായ മൃഗങ്ങളെയും, ആലോചിച്ച് നോക്കണം, ബ്രാഹ്മണനെയും നായയെയും വരെയും ഒരേ തുല്യതയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ ഇന്ന് എന്താ സംഭവിക്കുന്നത്? ഞാൻ ബ്രാഹ്മണനാണെന്നും പറഞ്ഞിട്ട് മറ്റുള്ളവരെ 10 അടി ദൂരെ നിർത്തുന്നു. അത് എന്ത് സംസ്കാരമാണത്? എന്ത് അറിവാണത്? അങ്ങനെയുള്ളവര് ക്ഷേത്രങ്ങളിൽ പോയി കൈയും കാലും എടുത്തിട്ട് അടിച്ച് പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം? ബ്രാഹ്മണനാണെന്ന് കരുതിയിട്ട് 4 കൊമ്പുണ്ടോ അവർക്ക്? ഒരിക്കലും ഇല്ല. ആ ബ്രാഹ്മണ കുലത്തിലുള്ളവരെയും എല്ലാ പക്ഷി മൃഗാദികളെയും ചണ്ടാളനെയും മനുഷ്യനായി കാണുന്നവനാണ് യഥാർത്ഥ അറിവുള്ളവൻ. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്? വേർതിരിവ് കാണിക്കരുത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. ആ ചിന്താഗതി, സാക്ഷാൽ ഗുരുവിന്റെ ആ ചിന്താഗതി നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ അറിവ് എന്ന് പറയുന്നത് ഉണ്ടാവുന്നത്. മനസ്സിലായില്ലേ? അവിടെയാണ് അറിവ് എന്ന് പറയുന്നത് ഉള്ളത്. ആ സംസ്കാരം നമ്മുടെ കുട്ടികൾക്കും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും, നീ ഒരു ബ്രാഹ്മണനാണ്, നീ ഒരു ബ്രാഹ്മണനാണ്, നീ ഒരു ബ്രാഹ്മണനാണെന്നും പറഞ്ഞിട്ട് ഹൃദയത്തിലോട്ട് അങ്ങ് എന്ത് ചെയ്യരുത്? കുത്തി വെച്ചു കൊടുക്കരുത്. ആ ബ്രാഹ്മണന്റെ ചോരയായിരിക്കും നാളെ മറ്റൊരു ആവശ്യം വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ, എന്താ പറയാ, ചണ്ടാളന്റെ ചോരയായിരിക്കും നമ്മുടെ ശരീരത്തിൽ ഓടാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ നമ്മളൊരു വേർതിരിവ് നമ്മൾ ഒരിക്കലും കാണിക്കരുത്. മനസ്സിലായില്ലേ? ഒരു യഥാർത്ഥ ഭക്തന്റെ ദർശനം ഇതായിരിക്കും. ഭക്തി എന്ന് പറഞ്ഞാൽ അതിന്റെ വേറെ തലത്തിലേക്കാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒരു യഥാർത്ഥ ഭക്തൻ, ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളുടെ ചിന്ത എന്ന് പറയുന്നത് ഇതായിരിക്കും എന്ന് പറയുന്നു. ദിവ്യനായ ഗുരു എന്ന നിലയിലുള്ള ഭഗവാന്റെ അവതാരമാണ് ശ്രീ നിത്യാനന്ദ മഹാപ്രഭു. ഭഗവാന്റെ അവതാരമാണ് ആര്? ശ്രീ നിത്യാനന്ദ മഹാപ്രഭു. അദ്ദേഹം നരാധമന്മാരുടെ മാതൃകകളായ ജഗായി മധായി സഹോദരങ്ങൾക്ക് മുക്തി നൽകി. ഇല്ലേ? നിത്യാനന്ദ മഹാപ്രഭു ജഗായി മധായി എന്ന് പറയുന്ന സഹോദരങ്ങൾക്ക് മുക്തി നൽകിയിട്ടുണ്ട്. ഇപ്രകാരം ഒരു പരമഭക്തൻ തന്റെ കരുണയെ നരാധമന്മാരിൽ എങ്ങനെ വിനിയോഗിക്കുമെന്ന് കാണിച്ചു തരുന്നു. ഭഗവാൻ പോലും അത് കാണിച്ചു തരുമ്പോൾ നമ്മൾ എന്തിനെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ കലഹിക്കണം? ഗുരുവായൂർ മഞ്ചരീസിലൂടെ അന്നദാനം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഹിന്ദുവാണോ, ബ്രാഹ്മണനാണോ, ചണ്ടാളനാണോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ അന്നദാനം കൊടുക്കാറില്ല. വൃന്ദാവനത്തിൽ നമ്മൾ 600 അന്നദാനം കൊടുത്തപ്പോ പലരും, നമ്മുടെ കൂടെ വൃന്ദാവനത്തിൽ വന്ന പലരും ഇപ്പൊ ലൈവിലുണ്ട്, അവർ കണ്ടിട്ടുണ്ട് അവിടെ വന്ന പശുക്കൾക്ക് നമ്മൾ ആദ്യം ഭക്ഷണം കൊടുത്തത്. ആ പശുക്കൾ വിശന്ന് വരുന്ന സമയത്ത്, ബ്രജമണ്ഡലത്തിലെ പശുക്കളാണ് അല്ലെ, ആ പശുക്കൾക്ക് നമ്മൾ 1 കൊടുത്തപ്പോൾ അവർക്ക് അത് മതിയായില്ല, 2ാമത്തത് കൊടുത്തതും മതിയായില്ല, 3ാമത് കൊടുത്തതും മതിയായില്ല, 6ഉം 8ഉം 12ഉം ഭക്ഷണം, കപ്പിലെ ഭക്ഷണം ആ പശുക്കൾ കഴിച്ച് തൃപ്തിയോടുകൂടിയാണ് അവർ പോയത്. കാരണം എന്താ? അതും ഭഗവാന്റെ സൃഷ്ടിയാണ്. ആ സൃഷ്ടിയെ പശു എന്ന് പറഞ്ഞ് അല്ലെ മൃഗം എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ മഞ്ചരീസിലൂടെ നമ്മൾ പഠിച്ചിട്ടില്ല. ആലോചിച്ച് നോക്കൂ, 12 ആൾക്കാർ കഴിക്കുന്ന, മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണം ഒരു പശു കഴിച്ചിട്ടുണ്ട് വൃന്ദാവനത്തിൽ. അങ്ങനെ 3ഓ 4ഓ പശുക്കളെ നമ്മുടെ മഞ്ചരീസിന്റെ ആൾക്കാര്, ഭക്തര് വൃന്ദാവനത്തിൽ അന്നദാനം കൊടുത്തുകൊണ്ടിരുന്നപ്പം എനിക്കത് നെറ്റ്വർക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. വന്നവർക്ക് അറിയാം, നമ്മുടെ മഞ്ചരീസിൽ കൂടെ വന്നവർക്ക് അറിയാം, നെറ്റ്വർക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അത്രയും ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എങ്കിലും നമ്മൾ കുറെയൊക്കെ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആ പശുക്കൾ പോലും അത് കഴിച്ചപ്പോ അവരുടെ ഒരു ആത്മസംതൃപ്തി, അല്ലെ ബിജേട്ടൻ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ, ആ പശുക്കളുടെ ഒരു ആത്മസംതൃപ്തി, ആ ജീവാത്മാവിനുണ്ടായ ഒരു ആശ്വാസം, അതിനേക്കാൾ വലിയൊരു പുണ്യം നമുക്ക് എന്താ ജീവിതത്തിൽ കിട്ടാനുള്ളത്? അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരേ സമഭാവന ജീവിതത്തിൽ നമ്മൾ നിലനിർത്താൻ പഠിക്കണം. ഭഗവാനാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു നരാധമന് ഒരു ഭക്തന്റെ കനിവ് കൊണ്ട് മാത്രമേ തന്റെ ആധ്യാത്മിക അവബോധത്തെ പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കൂ. ആലോചിച്ച് നോക്കൂ, ഭഗവാനാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു നരാധമന്, കാരണം കയ്യിലിരിപ്പെന്നേ പറയാൻ പറ്റും,
കർമ്മഫലം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പല ദുരിതങ്ങളിൽ നമ്മൾ പോയി പെടും. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യും? അവനെ അങ്ങ് കുറച്ച് മാറ്റി വെക്കും. അങ്ങനെ മാറ്റി വെക്കപ്പെട്ട ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന ഭക്തന്റെ കനിവ് കൊണ്ട് ഒരു പുനർജന്മം ലഭിക്കുന്ന പറയുന്നത്. മനസ്സിലായില്ലേ? എങ്ങനെ ലഭിക്കും? ഞാൻ ഇത്രയും ദുരിതപ്പെടാൻ കാരണം, ഞാൻ ഇത്രയും വേദനിക്കാൻ കാരണം അറിഞ്ഞും അറിയാതെയും ഞാൻ ചെയ്തു പോയ തെറ്റുകളുടെ ഫലമാണ്. ഈ തെറ്റിൽ നിന്ന് എനിക്ക് പുറത്തു വരണം, ഇനിയെങ്കിലും ഞാനായി ജീവിക്കണം എന്ന ഒരു ചിന്താഗതി നമ്മൾക്ക് ഒരു ഭക്തന് അവരുടെ ഉള്ളിൽ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. ആ ചിന്തയിലൂടെ ആ വ്യക്തി മാറി ചിന്തിക്കുന്ന ആ സമയത്ത് ആ വ്യക്തിക്ക് കിട്ടാൻ പോകുന്നത് നല്ലൊരു ജീവിതമാണ്. അതിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. ഓക്കെ, ബിന്ദുമ്മേ ഇങ്ങോട്ട് വന്നേ. എന്തിനാ ഗ്യാസ് ഓണാക്കിയ? ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഗ്യാസ് ഓൺ ആക്കരുത്, റെഗുലേറ്റർ ലൂസ് ആണെന്ന്? അതുകൊണ്ടല്ലേ ഞാൻ അഴിച്ചിട്ടിട്ട് പോണത്. ഗ്യാസ് ഓൺ ആക്കണ്ട, ഇവിടെ വന്നിരിക്കും. ഞാനിപ്പോ പുറത്തേക്ക് പോകുമ്പോ ആദ്യം ചെയ്യുന്നുണ്ടറിയും, റെഗുലേറ്റർ ഊരിയിട്ടേക്കും. ഗ്യാസുമ്മ കളിക്കാൻ ഞാൻ വിടേയില്ല. അപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് നേരെ പോയി ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ വന്നിരുന്ന് ചെയ്തോ, ഗ്യാസ് ഓൺ ആക്കേ ചെയ്യണ്ട. ജനങ്ങൾ ഭഗവത് സന്ദേശങ്ങൾ വിനയാധരപൂർവ്വം കേൾക്കണമെന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു ഭാഗവത ധർമ്മം അഥവാ ഭക്തന്മാരുടെ പ്രവർത്തനങ്ങൾ പ്രചരിപ്പിക്കുന്നതിനിടയ്ക്ക് പറയുകയുണ്ടായി. എന്താ പറഞ്ഞത്? ഭഗവത് സന്ദേശങ്ങൾ, ഭഗവാന്റെ സന്ദേശങ്ങൾ എപ്പോഴും ജനങ്ങൾ എന്ത് ചെയ്യണം? ഭക്തിയോടുകൂടി കേൾക്കണം. അതാരാ പറഞ്ഞത്? ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭു ആരാ? ഭഗവാൻ തന്നെ. ഭക്തന്മാരുടെ പ്രവർത്തനങ്ങൾ പ്രചരിപ്പിക്കുന്നതിനിടയ്ക്കാണ് ഭഗവാൻ അത് പറയുന്നത്. ഓരോരോ ഭക്തരും എത്രത്തോളം പ്രചരണത്തിന്റെ ഭാഗമായി എന്നുള്ള കാര്യങ്ങളൊക്കെ ഭഗവാൻ ഇങ്ങനെ, ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ പ്രചരണം നടത്തുന്ന സമയത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഭാഗവത ധർമ്മം അതെന്ത് ചെയ്യണം? വിനയാധരപൂർവ്വം കേൾക്കണമെന്ന്. വളരെ വിനയത്തോടു കൂടി, സ്നേഹത്തോടു കൂടി, ബഹുമാനത്തോടു കൂടി വേണം ഭാഗവത ധർമ്മം കേൾക്കാനെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ സന്ദേശത്തിന്റെ കഴമ്പാണ് ഭഗവത്ഗീത. ആലോചിച്ച് നോക്കൂ, ഈ സന്ദേശത്തിന്റെ കഴമ്പാണ് ഭഗവത്ഗീത. ഈ സന്ദേശത്തിന്റെ കഴമ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭഗവത്ഗീത എന്ന് പറയുന്നത്. വിനയപൂർവമുള്ള ഈ ശ്രവണം കൊണ്ട്, അതായത് നമ്മൾ ഈ ക്ലാസ്സുകളെല്ലാം തന്നെ വിനയത്തോടു കൂടി കേൾക്കണം. ഇതൊക്കെ എനിക്കറിയാം, ഇതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന മനോഭാവത്തോടെ നമ്മൾ കേൾക്കരുത്. എല്ലാവരും വായിച്ചിട്ടുണ്ട്, എല്ലാവർക്കും ഞാൻ ഗീത അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അഹങ്കാര മനോഭാവത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും കേൾക്കരുത്. ചില ആൾക്കാർ പറയാറുണ്ട്, ഞാൻ എപ്പോഴും നാരായണീയം ചൊല്ലുന്നതാണ്, എനിക്കതെല്ലാം നന്നായിട്ട് അറിയാം, ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇത് പോയി അർത്ഥം പഠിച്ച് ബൈഹാർട്ട് പഠിച്ച് ചൊല്ലാനുള്ള രീതി പഠിച്ചിട്ട് മനസ്സിൽ അഹങ്കാരമാണെങ്കിൽ പിന്നെ എന്താ കാര്യം? എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അറിവ് സമ്പാദിക്കും തോറും നമ്മൾ ചെറുതായിട്ട് മാറും, വലുതാവരുത്. ഞാനെന്ന മനോഭാവത്തിലേക്ക് വരരുത്. നമ്മുടെ ഇന്നത്തെ പ്രഭാതമഞ്ജരി കോഴ്സ് പോലും അതാണ്, അല്ലെ? അപ്പോ വിനയത്തോടെയുള്ള ഈ ശ്രവണം കൊണ്ട്, ഈ കേൾക്കുന്നത് വിനയത്തോടു കൂടി കേൾക്കുമ്പോൾ നരാധമന്മാർക്ക് പോലും മുക്തി നേടാന്നാ പറയുന്നത്. അത്രയും താഴെ കിടന്നിട്ട് ഒന്നുമല്ലാതായി തീർന്ന വ്യക്തികൾക്ക് പോലും മുക്തി ലഭിക്കും. പക്ഷെ അത് കേൾക്കുമ്പോൾ വിനയത്തോടെ കേൾക്കണം. പക്ഷെ നിർഭാഗ്യവശാൽ ഇത് കേൾക്കാൻ പോലും അവർ വിസമ്മതിക്കുന്നു. ശരിയല്ലേ? ചിലവരോട് ഇങ്ങനെ ഒരു ലൈവ് ക്ലാസ്സിൽ നിങ്ങൾ കേൾക്കുക, പിന്നെ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ, ഇതും കേട്ടോണ്ടിരിക്കലല്ലേ പണി എന്ന ഭാവത്തിലേക്കാണ് ആൾക്കാർ സംസാരിക്കുന്നത്. നിർഭാഗ്യവശാൽ അവർ കേൾക്കാൻ തയ്യാറാവുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സമയമായിട്ടില്ല എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റൂ, അല്ലെ? സമയമാകുമ്പോൾ അവർ കേട്ടോളും, അല്ലാണ്ട് വേറെ എന്താ പറയാ? ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് പിന്നെ എന്ത് പറയാൻ? നമ്മൾ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് എങ്ങനെയാ പ്രവർത്തിക്കുക? ഭഗവാൻ വന്നിട്ട് പറയോ ഇന്ന് തക്കാളിക്കറി ഉണ്ടാക്കിയാൽ മതി, അല്ലെങ്കിൽ ഇന്നിപ്പോ ജോലിക്ക് പോണ്ട എന്നൊക്കെ ഭഗവാൻ പറയോ? ഒരിക്കലുമില്ല. ഭഗവാന്റെ ഇച്ഛ എന്താണ്? ക്ഷമ, ദയ, പരസ്പരം കാരുണ്യം, അംഗീകാരം, അല്ലെ? ആശ്വാസം, വിശക്കുന്നവന്റെ വിശപ്പ് മാറ്റുക. ഇതൊക്കെയാണ് ഭഗവാന്റെ ഇച്ഛ. ഇങ്ങനെ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് എന്തായി? സമാധാനം കിട്ടും ജീവിതത്തിൽ, സന്തോഷം കിട്ടും ജീവിതത്തിൽ. എനിക്ക് പറയാൻ മറന്നുപോയി, വിഷു ആണ് വരുന്നത്. അപ്പൊ വിഷുവിന് ഭഗവാന് വാൽക്കണ്ണാടി വെക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് എനിക്ക് മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇടണം കേട്ടോ. ഞാനിപ്പോ വാൽക്കണ്ണാടിയുടെ പോസ്റ്റർ നിങ്ങൾക്ക് അയച്ചു. കാരണം ഇപ്പൊ ഓർഡർ കൊടുത്താലേ നിങ്ങൾക്ക് വിഷുവിന്റെ മുമ്പേ കിട്ടും.
ഭയങ്കര തിരക്ക് പിടിച്ച ജോലിയിലാണ് അവിടെ. അപ്പൊ ഇപ്പൊ ഓർഡർ കൊടുത്താൽ ഏറ്റവും പ്യൂർ ആയിട്ടുള്ള വാൽക്കണ്ണാടി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെത്തും. ക്ലിയർ? അതല്ല എങ്കിൽ ലേറ്റ് ആവും. അപ്പൊ അതുകൊണ്ട് വാൽക്കണ്ണാടി ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി എനിക്ക് മഞ്ജരീസ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യണം. അത് പറയാൻ വിട്ടുപോയതാ, ക്ഷമിക്കണം. വിഷുവിന്റെ 3 ദിവസം 4 ദിവസം മുമ്പേ വിളിച്ചിട്ട് മാതാജി ഇന്ന് നാളത്തേക്ക് കിട്ടുമോ, കണി വെക്കുമ്പോഴേക്ക് കിട്ടുമോ എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പോഴേക്ക് കിട്ടേയില്ല. ഇപ്പൊ ഓർഡർ തന്നാൽ നിങ്ങൾക്ക് വിഷുവിന്റെ 2 or 3 ദിവസം മുന്നേ വാൽക്കണ്ണാടി കിട്ടും. ക്ലിയർ? മനുഷ്യരുടെ മുഖ്യ കർത്തവ്യത്തെ നരാധമന്മാർ പാടെ അവഗണിക്കും. ഇല്ലേ? ഭഗവാനോടൊരു വിശ്വാസമില്ലാത്ത വ്യക്തികൾ, ഭഗവാനെ ഹൃദയത്തിൽ സ്ഥാപിക്കാത്ത വ്യക്തികൾ എന്താ ചെയ്യാ? ഭഗവാന്റെ കാര്യങ്ങളെ മൊത്തത്തിൽ അങ്ങ് അവോയ്ഡ് ചെയ്ത് കളയും. വേണ്ട, നമുക്ക് ഞാനായിട്ട് ജീവിക്കും. ഞാൻ ഈ ടെക്നോളജി എല്ലാം സക്സസ് ആയി ലോകത്താണ് ജീവിക്കുന്നത്. ടെക്നിക്കലി ഭയങ്കര ഹൈ ആയിരിക്കുന്ന ലോകത്താണ് ഞാൻ ജീവിക്കുന്നത്. എന്തിനും എനിക്ക് ടെക്നോളജിയുടെ സപ്പോർട്ട് ഉണ്ട്. ഈ ചിന്തയിൽ ജീവിച്ച് അവസാനം മനസ്സിലാക്കാൻ പറ്റും ഈ ടെക്നോളജി കൊണ്ട് ഒരു ചുക്കും നടന്നിട്ടില്ല എന്നുള്ളത്. ഭഗവാൻ തന്നെയായിരുന്നു ഏറ്റവും വലിയ രക്ഷ എന്നുള്ളത് നമുക്ക് നല്ല ബോധമുണ്ടാവും. ഇനിയൊരു വിഭാഗം ദുഷ്കൃതിയാൽ മായയാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടു കൂടിയവരാണ്. കാരണം എന്താ? കുറച്ച് മൂടും മൂലയൊക്കെ മനസ്സിലാവും, അറിയാം. അത് വെച്ചിട്ട് അങ്ങോട്ട് ഭയങ്കര പ്രഹസനമാണ്. എനിക്കതറിയാം, എനിക്കിതറിയാം, ഞാനറിയാം, അങ്ങനെ ഒരു പ്രൊഫഷണലായിട്ട് ഭരതനാട്യം പഠിച്ചവരോട് ഒരു പ്രോഗ്രാം ചെയ്യാൻ പറഞ്ഞാൽ ഇപ്പോഴും മുട്ടുകാല് വിറയ്ക്കും. അയ്യോ, എനിക്ക് അത്രയൊന്നും അറിയില്ല എന്ന് പറയാനേ സാധിക്കും. എവിടെങ്കിലും 4 സ്റ്റെപ്പ് എവിടെയോ കണ്ടിട്ട് ചെയ്യുന്നവനാണെങ്കിൽ എനിക്കറിയാം, ഞാൻ ചെയ്യും, ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കറിയാം. ഇതാണ് ഭാവം. ഈ ഭാവത്തിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഇപ്പോഴും വിദ്യാർത്ഥികളാണ്, വിദ്യയോട് ആർത്തിയുള്ളവരാണ്. അല്ലെ? ഭക്ഷണാർത്ഥികളല്ല, വിദ്യാർത്ഥികൾ. വിദ്യയോട് ആർത്തിയുള്ളവരാണ് നമ്മളിപ്പോഴും. നമ്മൾ പഠിച്ചെവിടെയും എത്തിയിട്ടില്ല എന്ന മനോഭാവത്തിലേക്ക് മുന്നോട്ട് പോവുക. നമ്മൾ ആരെയും വെല്ലുവിളിക്കാതിരിക്കുക അറിവിന്റെ കാര്യത്തിൽ. അതുകൊണ്ട് എവിടെ എത്തൂല. മനസ്സിലായില്ലേ? സുഖായിരിക്കുന്നു പ്രഭു. എവിടെയും എത്തൂല. നമ്മൾ എന്ത് ചെയ്യാ? വിദ്യാർത്ഥികളായി തന്നെ മരണം വരെ തുടരുക. എപ്പോഴും നമ്മുടെ മനസ്സിനെ ഈ ഒരു മനോഭാവത്തിൽ നിലനിർത്തുക. ക്ഷമയോടുകൂടി എപ്പോഴും ക്ഷമ ചോദിക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. എപ്പോഴും ഞാൻ എന്തിനാ ചോദിക്കണ്ടേ, ഞാൻ പറയില്ല, ഞാൻ ചോദിക്കില്ല, എന്നെ കൊണ്ട് പറ്റില്ല, ആ ഭാവം വേണ്ട. ക്ഷമിക്കൂ. എന്റെ ഭാഗത്താണ് തെറ്റെങ്കിലും താങ്കളുടെ ഭാഗത്താണ് തെറ്റെങ്കിലും എന്നോട് ക്ഷമിക്കൂ. ഈ മനോഭാവം നമ്മളെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകും. നമുക്ക് എല്ലാ തരത്തിലും ഉയരണമെങ്കിൽ മനസ്സിനെ ആദ്യം നമ്മൾ താഴെ നിർത്തണം. ഞാനെന്ന ഭാവത്തിൽ നിന്ന്, ഞാനെന്ന പൊസിഷനിൽ നിന്ന് മനസ്സിനെ താഴേക്ക് ഇറക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വിജയം സുനിശ്ചിതമാണ്. ക്ലിയർ? ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇഷ്ടമില്ല എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ നിശബ്ദത പാലിക്കുക. അല്ലാതെ നമ്മൾ അതിന്റെ പിന്നിൽ തൂങ്ങിക്കേറി പോണ്ട. അപ്പൊ നമ്മുടെ സമാധാനം പോയി കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ചിന്തിച്ച് പ്രവർത്തിക്കുക. കുറെ കാര്യം ഞാനും ചിന്തിക്കാതെ പ്രവർത്തിച്ചതിന്റെ ഒരുപാട് പരിണിത ഫലങ്ങൾ ഏറ്റുവാങ്ങിയ ഒരാളാണ്. ഇപ്പോൾ ഞാൻ നന്നായിട്ട് ചിന്തിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഓരോ കാര്യങ്ങളും ജീവിതത്തിലെ തിരിച്ചടികളെക്കാൾ വലിയൊരു അനുഭവങ്ങൾ ജീവിതത്തിൽ വേറെ ഇല്ല. അപ്പൊ ആ അനുഭവങ്ങളെ ഗുരുക്കന്മാരാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കാലം മുന്നോട്ട് വെക്കുക. മറ്റുള്ളവർ നമ്മളെ ഉപദേശിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുത്. അത് വ്യക്തിത്വത്തിന് ഒരു മങ്ങലേൽക്കുന്ന പോലെയാണ്. ഇല്ലേ? നമ്മളല്ലാതിരിക്കുമ്പോൾ നമുക്ക് അതിനുള്ള ഒരു അറിവില്ലാത്ത വരുമ്പോഴല്ലേ മറ്റുള്ളവർ നമ്മളെ ഉപദേശിക്കേണ്ടി വരുന്നത്. അങ്ങനെ ഉപദേശിക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കരുത്. നമ്മൾ നല്ലോണം ആലോചിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോവുക. നമ്മളെന്താ കൊച്ചുകുട്ടികളാണോ നമ്മളെപ്പോഴും ഉപദേശിക്കാൻ? അല്ല. നമ്മൾ ചിന്തിക്കുക. ഓരോ കാര്യങ്ങളും ഞാൻ എങ്ങനെ ഭക്തി പ്രാക്ടീസ് ചെയ്യണം, എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഞാൻ ഒരു അടുക്കും ചിട്ടയും കൊണ്ടുവരണം, ഞാൻ എത്ര സമയം ഉറങ്ങണം, എത്ര സമയം ഞാൻ മൊബൈൽ ഉപയോഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ചിന്തിച്ചുകൊണ്ട് പെട്ടെന്ന് ചെയ്തുതരാൻ പറ്റുമെങ്കിൽ ചെയ്തോളൂ, ഇല്ലെങ്കിൽ വെച്ചോ. നമ്മൾ എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. നമ്മുടെ ജീവിതം ഇങ്ങനെ മറ്റുള്ളവരിങ്ങനെ കയറി നിരങ്ങി, ഞാൻ പറയാം, അങ്ങനെയൊക്കെ എൻ്റെ ലൈഫിലും ഉണ്ടായിട്ടുണ്ട് കുറെ കാര്യങ്ങൾ. നമുക്ക് ആദ്യം ഒരു ഉറച്ച തീരുമാനം ഉണ്ടാവണം ജീവിതത്തിൽ. ഞാൻ ഇങ്ങനെ പോകൂ, ഈ പോകുന്നത് ശരിയായ വഴിയാണ്, അതിലൊരു ലക്ഷ്യമുണ്ട്. ഒരാൾ കാരണം നമ്മളെ ജീവിതം നശിക്കാൻ ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുത്. നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ ഇതൊന്നും അടിയറവ് വെക്കേണ്ടതല്ല. ഇതൊക്കെ എന്താണ്? നമ്മളൊരു നല്ല ലോകത്തേക്ക് പാറിപ്പറന്ന് നല്ല ഹൈറ്റ്സിൽ എത്തുമ്പോൾ നമ്മളെ അപലപിച്ച് സംസാരിച്ചവരൊക്കെ നമ്മുടെ കൂടെ വരുമെന്നേ. ഇന്ന് നിങ്ങളുടെ മൊബൈൽ നമ്പർ അറിയാത്തവരെ കൊണ്ട് നാളെ നിങ്ങളെ വിളിപ്പിക്കണം. അവിടെയാണ് നിങ്ങളുടെ വിജയമുള്ളത്. മനസ്സിലായില്ലേ? നാളെ നിങ്ങളെ വിളിപ്പിക്കണം.
ആ പൊസിഷനിലേക്ക് നിങ്ങൾ വരണം. ഇന്നലെ ഒരു മാതാജി വിളിച്ച് എന്നോട് പറഞ്ഞു, മാതാജി ഞാൻ ജപ്തിയുടെ വക്കിലാണ്, ഞാൻ ആത്മഹത്യ ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഓക്കെ മാതാജി, എങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചത്, ആത്മഹത്യ ചെയ്തോളൂ. ഞാൻ പറഞ്ഞാ പിന്നെ ആത്മഹത്യ ചെയ്തോളൂ മാതാജി, എന്തിനാ ഇങ്ങോട്ട് വിളിച്ചത് എന്ന് ചോദിച്ചു. അല്ല മാതാജി എനിക്ക് തീരെ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു ഇത് ആധാരം കൊണ്ടുവെക്കുമ്പോൾ ആലോചിച്ചിരുന്നു, നിസാര കാര്യത്തിനായിരിക്കില്ലേ കൊണ്ടുവച്ചത്, അതൊന്ന് പോട്ടെ, വെച്ചത് വെച്ചു. ഇപ്പൊ നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. നിങ്ങൾക്ക് ആരൊക്കെ ഉണ്ട്? ഹസ്ബൻഡ് ഇല്ല, ഒരു മോള് മാത്രം, 23 വയസ്സായ പെൺകുട്ടി. ആരാന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ, അത് പറയാൻ പാടില്ല ലൈവില്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ കുഞ്ഞിന്റെ ദുഃഖങ്ങളും ആകുലതകളും സന്തോഷങ്ങളും ആരോഗ്യവും സമാധാനവും ഇതൊക്കെ നിങ്ങൾ ആരുടെ കയ്യിൽ, നിങ്ങളൊരു അമ്മയാണല്ലേ, അമ്മ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് ആരുടെ കയ്യിൽ ഈ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടാണ് നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്? നാളെ ഈ കുഞ്ഞിനെ ഓക്കെ നിങ്ങൾ ആത്മഹത്യ ചെയ്തു, ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നിങ്ങളുടെ വീടൊക്കെ ജപ്തി ചെയ്തു പോയി, 4 എന്താ പറയാ സമൂഹ വിവാഹത്തിലെങ്കിലും പോയി ആ കുഞ്ഞിനെ ഒരു കല്യാണം ആരെങ്കിലും ഒക്കെ നടത്തിക്കൊടുത്തു, അവൾ അവളുടെ ഭർത്താവിന്റെ വീട്ടിലെത്തി. അവിടെ അവൾക്കൊരു ദുഃഖം വരുമ്പം അവൾ ആരെ വിളിക്കും? അതിനെനിക്കൊരു ഉത്തരം തരും. ആരെ വിളിക്കും ആ കുഞ്ഞ്? ഇനി അതും പോട്ടെ, ഭർത്താവിന്റെ വീട്ടിലൊരു ദുഃഖമൊന്നും ഇല്ലാതെ തന്നെ കരുതാ, സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. അത് കല്യാണം കഴിച്ച് ഒരു പ്രസവം വരികയാണ്. ആ പ്രസവ വേദന അനുഭവിക്കുന്ന ആ ടേബിളിൽ കിടന്ന് ആ കുഞ്ഞ് ആരെ വിളിക്കും? ഹസ്ബൻഡിന് ഏട്ടാന്ന് പറഞ്ഞ് കരയോ, അല്ലെങ്കിൽ അമ്മേന്ന് പറഞ്ഞ് കരയോ? നിങ്ങൾ പറയൂ, ആരെ ആ കുഞ്ഞ് വിളിക്കും? അതൊന്ന് ഛർദിച്ച് തളരുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യത്തെ 3-4 മാസം ഒന്ന് വൊമിറ്റിംഗ് വരും, അതൊന്ന് ഛർദിച്ച് തളരുമ്പോ എന്റെ അമ്മ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് അതിന്റെ ആ കുഞ്ഞിന്റെ കണ്ണിൽ നിന്നൊരു കണ്ണുനീര് വരുമ്പോ ഇതെല്ലാം ശരീരമില്ലാതെ നിങ്ങൾ അടുത്ത് നിന്ന് കാണേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ട് ആത്മഹത്യയെക്കുറിച്ച് എന്നോട് സംസാരിക്കൂ എന്ന് പറഞ്ഞു. ശരിയാണ് മാതാജി, ഒരു വീടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീടാണോ വലുത് അല്ലെങ്കിൽ ജന്മം നൽകിയ ആ മകളാണോ വലുത് എന്ന് ചോദിച്ചു. ആ വീട് കിട്ടാത്തതിന്റെ പേരില് ജന്മം നൽകി 23 വയസ്സ് വരെ വളർത്തി വലുതാക്കിയ മകളെ കണ്ണീരിലേക്ക് നിങ്ങൾ തള്ളിവിട്ടിട്ട് വീട് വാടകയ്ക്കെങ്കിലും കിട്ടും, ആ കുഞ്ഞിന്റെ കണ്ണീര് എന്ത് വെച്ച് നിങ്ങൾ ഒപ്പെന്ന് ചോദിച്ചു. അവർക്ക് ഉത്തരം ഉണ്ടായില്ല. ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. പോയാ പോട്ടേന്ന് വെക്കണം വീട്, അല്ലാണ്ട് എന്ത്? നിങ്ങൾ ഉണ്ടാക്കിയ വീട് നിങ്ങൾ അതിനൊരു തുക മേടിച്ച് വിറ്റതിന് സമം തന്നെ അങ്ങനെ പോട്ടയായിരിക്കണം. വാടകയ്ക്ക് ഇറങ്ങണം മാന്യമായിട്ട്, കയ്യിൽ ഒതുങ്ങുന്ന ഒരു 10, 3000, 4000 രൂപ കൊടുത്ത് വാടകയ്ക്ക് ഇറങ്ങിട്ട് സ്വന്തമായിട്ട് കൊച്ചിനെയും കൊണ്ട് ജീവിക്കണം. എന്നിട്ട് അവളെ പഠിപ്പിച്ചിട്ട് നിലക്കെത്തിക്കണം, അതിനുള്ളൊരു തൊഴിൽ കണ്ടെത്തണം. അവിടെ വെച്ചിട്ട് ഇന്ന് പ്രധാനമന്ത്രിയുടെ സ്കീമിലെങ്കിലും ഒരു വീട് കിട്ടും, അല്ലെങ്കിൽ 10 പേരോട് കാല് പിടിച്ചാലെങ്കിലും ഒരു വീട് കിട്ടും. അങ്ങനെ ജീവിച്ചു മരിക്കണം. അനേകായിരം കുടുംബങ്ങൾ ഉണ്ടായാലും എന്താണ്, മരിച്ചു കഴിഞ്ഞാൽ കൊണ്ട കത്തിക്കും. ആരും ഇല്ലെങ്കിലും ആരെങ്കിലും കൊണ്ട കത്തിക്കും. പുഴുത്തെവിടെയും കിടക്കില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആത്മഹത്യയെ കുറിച്ച് സംസാരിക്കാതെ അടുത്തത് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കുക. മനസ്സിലായില്ലേ? ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞു, മാതാജി ഞാനൊരു ടൈലറാണ്, ആ ജോലി ഡെവലപ്പ് ചെയ്യും, രാവും പകലും ജോലി ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാക്കി നോക്കും, ആ മകൾക്ക് ആശ്വാസം നൽകും. മകളെ നമ്മൾ ശ്രമിക്കും മോളെ, നമുക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത ഓപ്ഷൻ നോക്കും എന്ന മനോഭാവത്തിൽ മുന്നോട്ട് പോകുന്നു പറഞ്ഞു. ഉറപ്പായിട്ടും ഭഗവാൻ അവരെ കൂടെ ഉണ്ടാവും. അല്ലാതെ നമ്മൾ ഒരു നഷ്ടം വരുമ്പോഴേക്കും അയ്യോ എല്ലാം പോയെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, തളർന്നു കെട്ടി ഇതാണ് ലൈഫിന്റെ എൻഡെന്നും പറഞ്ഞ് ചിന്തിക്കരുത്. അതിൽ നിന്നൊരു ഉയർച്ച അത് നമുക്ക് ആവശ്യമാണ്. ഈ ഫീനിക്സ് പക്ഷി ചാരത്തിൽ നിന്ന് പൊങ്ങി പറഞ്ഞതുപോലെ അതിൽ നിന്നൊരു ഉയർച്ച അത് നമുക്ക് വേണം. എവിടെ വാടി തളർന്ന് കരിഞ്ഞു പോയോ അത് പോയി, അത് തീർന്നു എന്ന് പറയുന്നതിലും ഭേദം അതിൽ നിന്നൊരു പുഷ്പമായി നമ്മൾ വിടർന്നു വരണം, അല്ലെ? താമരപ്പൂവ് നിൽക്കുന്നത് എവിടെയാണ്? ചെളിയിലാണ്. അതിന്റെ താമര തണ്ടങ്ങ് പറിച്ചെടുക്കുമ്പോൾ നിറച്ചും ചെളിയാണ്. പക്ഷേ ആ താമരപ്പൂവിന്റെ മനോഹാരിത ആരാണ് ആസ്വദിക്കാത്തത്? ആരാണ് ആസ്വദിക്കാത്തത്? ആ താമരപ്പൂവിന്റെ മനോഹാരിത അതെവിടെയാ ഇരിക്കുന്നത്? ആ താമരപ്പൂവ് പറിച്ചു കഴിഞ്ഞാൽ ആലോചിച്ചു നോക്കൂ. അതേപോലെ ആവണം നമ്മുടെ ജീവിതം. അത്രയും മനോഹാരിതയുള്ള, ഭംഗിയുള്ള, പെർഫെക്റ്റ് ആയിട്ടുള്ളതായിരിക്കണം. ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോണം. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കണം. അല്ലാതെ വീണ കുഴിയിൽ തന്നെ കയ്യും കെട്ടിയിരുന്നിട്ട് അയ്യോ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞിരിക്കരുത്. ഉണരും, നമ്മളെ കൊണ്ട് സാധിക്കും. അതാണ് വേണ്ടത്. അപ്പൊ ഇവിടെ പറയുന്നത് മായികമായിരിക്കുന്ന ഭൗതിക ശക്തിയിൽ ഒരിക്കലും നമ്മൾ പെട്ടുപോകരുത്. പ്രായേണ പണ്ഡിതരായിരിക്കും ഇവർ, അല്ലെ? നമുക്ക് ഒരു അറിവ് ഭഗവാൻ തന്നിട്ടുണ്ട്. എനിക്കുള്ളിലും നിങ്ങൾക്കുള്ളിലെല്ലാം ഒരു അറിവ് ഭഗവാൻ തന്നിട്ടുണ്ട്. ആ അറിവിനെ നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കുക.
അല്ലാതെ കുറെ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടും കുറെ ജപിച്ചത് കൊണ്ടും കുറെ സത്സംഗങ്ങൾ കേട്ടത് കൊണ്ടും മാത്രം നമ്മൾക്ക് ഉയരാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഭഗവാൻ നമുക്കൊരു സ്വതസിദ്ധമായിരിക്കുന്ന അറിവ് തന്നിട്ടുണ്ട്. അത് ഏതൊരു വ്യക്തിയുടെ ഉള്ളിലും ഉണ്ട്, ഏതൊരു വ്യക്തിയുടെ ഉള്ളിലുണ്ട്. ആ അറിവിനെ നമ്മൾ എന്തുകൊണ്ട് ചെയ്തു വരണം? ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. ആ അറിവിലൂടെ വേണം നമ്മൾ ഉയർന്നു വരാൻ. അല്ലാതെ നമ്മൾ ഒരിക്കലും എനിക്ക് അതിനുള്ള ഒന്നും അങ്ങനെ പറയരുത്. നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കുള്ളിലും ഓരോ കഴിവുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ഓരോ കഴിവിനെയും നിങ്ങൾ പുറത്തു കൊണ്ടുപോവാ. നിങ്ങളെ കൊണ്ട് സാധിക്കും. മഞ്ജരീസിന്റെ ലൈവ് കാണുന്ന ഓരോരുത്തർക്കും സാധിക്കും. ഇന്ന് വരെ ചീത്ത കേട്ടവരുണ്ടോ? അപമാനിക്കപ്പെട്ടവരുണ്ടോ? ഒറ്റപ്പെട്ടവരുണ്ടോ? രോഗാവസ്ഥയിൽ കിടന്നവരുണ്ടോ? എഴുന്നേക്കാൻ ശ്രമിക്കൂ. എത്ര കാലം ഇതുപോലെ ജീവിക്കും? എത്ര കാലം ഇങ്ങനെ ജീവിക്കും? ശക്തമായിരിക്കുന്ന ഭഗവാനെ മുറുകെ പിടിച്ചുകൊണ്ട് ആ വിശ്വാസത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഉണർന്ന് പ്രവർത്തിക്കണം. അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ ജപം. അതിനാദ്യം മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഏകാഗ്രതയോടുകൂടി നമ്മൾ കൊണ്ടുവരണം. മനസ്സിലായില്ലേ? ഏകാഗ്രതയോടുകൂടി മനസ്സിനെ കൊണ്ടുവന്ന് ഒരു സെക്കൻഡ് എങ്കിലും കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് ഹൃദയം കൊണ്ട് വിളിച്ച് കണ്ണ് തുറക്കുമ്പോൾ പുതിയൊരു ജീവിതമായിരിക്കണം നമ്മുടെ മുമ്പിൽ നിൽക്കേണ്ടത്. പുതിയൊരു ജീവിതമായിരിക്കണം നമ്മുടെ മുമ്പിൽ. എത്ര അപമാനിക്കപ്പെട്ടാലും ശരി, എത്ര താഴ്ത്തി കെട്ടിയാലും ശരി, എത്ര നമ്മുടെ അച്ഛനമ്മയ്ക്കും വിളിച്ചാലും ശരി, പ്രതികരിക്കരുത്. സഹിക്കുക, ക്ഷമിക്കുക, സമാധാനത്തോടെ ഇരിക്കുക. ഒരു പുഞ്ചിരി കൊണ്ട് നേരിടേണ്ടത് പുഞ്ചിരി കൊണ്ട് തന്നെ നേരിടുക. കണ്ണിലെ കണ്ണുനീര് കണ്ണ് ക്ലീൻ ചെയ്യാനുള്ളതാണ്, കരഞ്ഞു തീർക്കാനുള്ളതല്ല എന്ന മനോഭാവത്തിലൂടെ മുന്നോട്ട് പോവുക. ഹസ്ബൻഡ് ഇല്ലേ? തിരിഞ്ഞു നോക്കുന്നില്ലേ? മക്കള് മാത്രമാണോ ഉള്ളത്? ആ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കണം. എന്തറിഞ്ഞിട്ട് ആ മക്കൾ ആരെ വിശ്വാസത്തിൽ മുന്നോട്ട് വന്നു? ഈ ജീവിതത്തിൽ, ഈ ലോകത്തിലേക്ക് വന്നു നമ്മൾ എന്ന വിശ്വാസത്തിൽ. ആ നമ്മളായിരിക്കണം അവർക്കൊരു ഷാഡോ ആയി മാറേണ്ടത്. അവർക്ക് വേണ്ടി ജീവിക്കുക, നന്മയുടെ വഴി കാണിച്ചു കൊടുക്കുക. അല്ലാതെ ജീവിതത്തിന്റെ പകുതിയിൽ ആത്മഹത്യ ചെയ്തിട്ടേച്ചും പോകേണ്ടതല്ല നമ്മുടെ ജീവിതം. മനസ്സിലായില്ലേ? അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം? മുന്നോട്ടേക്ക് കയറി വരിക. തത്വചിന്തകർ, കവികൾ, സാഹിത്യകാരന്മാർ, ശാസ്ത്രജ്ഞർ എന്നിങ്ങനെ ഒരുപാട് പേരുണ്ട് നമ്മുടെ സമൂഹത്തില്. എന്നാൽ മായാശക്തി അവരെ വഴിതെറ്റിക്കാൻ അവർ ഭഗവാനെ അനുസരിക്കാതെ ജീവിക്കുന്നു. മായാശക്തിക്ക് അടിമപ്പെട്ടിട്ട് നമ്മൾ ഭഗവാൻ എന്താണെന്നറിയാതെ ജീവിച്ചു പോവാണ്. ഇങ്ങനെയുള്ള മായയ്ക്ക് അടിമപ്പെടാതെ നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് വരണം. എൻ്റെ ഫാമിലിയിൽ നിന്ന് ആരും ഫിലിം ഇൻഡസ്ട്രിയിൽ ഇല്ല. ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നല്ല, കലാരംഗത്ത് ആരും ഇല്ല. ഇപ്പോഴും എല്ലാവരും പറയും ഇവൾ എങ്ങനെ ഈ ഫീൽഡിൽ എത്തിയെന്ന്. പക്ഷെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളത്. നിങ്ങൾക്കറിയാവോ, ഞാൻ കുഞ്ഞാവുന്ന സമയത്ത് കുഞ്ഞിക്കിളിയെ കൂടെവിടെ എന്നൊക്കെ ഉള്ള ഒരു പാട്ടുണ്ട്. കുഞ്ഞിക്കിളിയെ കൂടെവിടെ, അങ്ങനെ ഒരു പാട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന് ശോഭന ചേച്ചിയാണോ ആരാന്ന് എനിക്ക് അറിയില്ല. അവരിങ്ങനെ നൃത്തം ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു തലയിൽ ഇതുപോലെ ഒരു എൻ്റെ ചെറിയൊരു ഓർമ്മയിലുള്ളതാണ്, ഒരു ഷോളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഇങ്ങനെ ഞാൻ തിയേറ്ററിലോ അന്ന് ടി വി ആണോ എന്നൊന്നും ഓർമ്മയില്ല, അങ്ങനെ കണ്ടു. അപ്പൊ ഞാനിങ്ങനെ ആരും കാണാതെ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് അതുപോലെയൊക്കെ ഇങ്ങനെ ആക്ട് ചെയ്ത് കാണിക്കും. പിന്നെ ഞായറാഴ്ചകളിൽ ഇങ്ങനെ സിനിമ വരുമല്ലോ. അപ്പൊ ആ സിനിമയൊക്കെ കാണുന്ന സമയത്ത് എന്താ ചെയ്യാന്നറിയോ? രേവതി ചേച്ചി, ഓക്കെ സൂപ്പർ. അപ്പോ സിനിമ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആ സിനിമയുടെ ഓരോ സീക്വൻസിലൂടെ കടന്നു പോകുമല്ലോ. അപ്പൊ ചില സാഹചര്യങ്ങളിൽ ചില ഡയലോഗ്സ് പറയേണ്ടടുത്ത് അവർ പറയാതിരിക്കുമ്പോഴായിരിക്കും അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് എന്താന്ന് ഓർത്ത് കഴിഞ്ഞാൽ, ഗുഡ് മോർണിംഗ്, ഞാൻ എന്താ ആലോചിക്കണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനാണ് അവിടെ അഭിനയിച്ചതെങ്കിൽ ഞാൻ പറഞ്ഞേനെ, ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളത്. ഇങ്ങനെ സ്വയം സ്ക്രിപ്റ്റ്, ഇന്ദ്രജാലം മൂവി അല്ലേ, അപ്പൊ ഇങ്ങനെ സ്വയം സ്ക്രിപ്റ്റ് എഴുതുമായിരുന്നു ഞാൻ മനസ്സിൽ, സീരിയസ്ലി. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു, എനിക്കും ഒരു ആർട്ടിസ്റ്റ് ആവണം, എനിക്കും ഒരു നടി ആവണം, എനിക്ക് ആ ഫീൽഡ് ഇഷ്ടമാണ്. പക്ഷെ എന്റെ വീട്ടിൽ സമ്മതിക്കില്ലായിരുന്നു, ഒട്ടും സമ്മതിക്കില്ല. പക്ഷെ കാലക്രമേണ അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടായപ്പോ നമ്മൾ എന്തായി? ആ പ്രൊഫഷനിലേക്ക് എത്തി. നമുക്ക് ആത്മാർത്ഥമായിട്ടൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹം ഈശ്വരൻ നമുക്ക് ഉറപ്പായിട്ടും ഫുൾഫിൽ ചെയ്ത് തരും, സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ ഡബിങ്, ഓരോ ഇങ്ങനെ ഓഡിയോസ് കേൾക്കുമ്പോൾ, ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഓഡിയോസ് കേൾക്കുമ്പോൾ, പരസ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യാന്നറിയും? ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ സൈൻ ബോർഡല്ല, ഇങ്ങനെ പരസ്യത്തിന്റെ ബോർഡൊക്കെ എഴുതി വെക്കുമല്ലോ. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, എനിക്കും ഇത് പരസ്യം പറയുന്നത് പോലെ പറയാൻ പറ്റിയിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. വേറിട്ട ജീവിതത്തിന്റെ കാഴ്ചയ്ക്കായി എന്നൊക്കെ ഇങ്ങനെ പറയാൻ പറ്റിയിരുന്നു. അതൊക്കെ എങ്ങനെയായിരിക്കും? എന്തായിരിക്കും അതിന്റെ പിന്നാമ്പുറങ്ങളിൽ സംഭവിക്കുന്നത്? ഇങ്ങനെയുള്ള ഒരു ആഗ്രഹം ഭഗവാൻ ഇന്ന് എനിക്ക് ഡബ്ബിങ് ചെയ്യാനുള്ള അനുഗ്രഹവും തന്നു. സോ നമ്മൾ ആത്മാർത്ഥമായ ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് നടക്കും, നടന്നിരിക്കും. അതേപോലെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക്
ഒരുപാട് ആഗ്രഹങ്ങളുടെ നിരയല്ലേ. പിന്നെ എപ്പോഴും നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് എന്താ പറയാ, ഇങ്ങനെ ആലോചിക്കും, ഓഫ് എന്തോരം പരസ്യമായി ഇങ്ങനെ പോകുന്നത്, എനിക്കും ഇതുപോലെ ഒരു പരസ്യത്തിലൊക്കെ അഭിനയിച്ച് അതിങ്ങനെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പ്ലേ ചെയ്യുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും. ഇങ്ങനെയുള്ള കുറെ ആഗ്രഹങ്ങൾ. അപ്പൊ ഞാനിങ്ങനെ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ എനിക്കും ഒരു ആഡ് ചെയ്യണം, അത് റെയിൽവേ സ്റ്റേഷനിലൊക്കെ വരണം കൃഷ്ണ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഒരു 3-4 മാസം കഴിയുമ്പോഴാണ് ചുങ്കത് ഫാഷൻ ജ്വല്ലറിയുടെ ഒരു ആഡിന്, അവരിങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ ആഡ് മാറ്റും, ചുങ്കത് ഫാഷൻ ജ്വല്ലറിയുടെ ഒരു ആഡിന് വേണ്ടിയിട്ട് എന്നെ വിളിക്കുന്നത്. വിളിച്ചപ്പം അവർ പറഞ്ഞു ഇങ്ങനെ ഒരു പരസ്യം ചെയ്യാനാണ്, ചുങ്കത് ഫാഷൻ ജ്വല്ലറിയുടെ ആണ്. ഞാൻ പറഞ്ഞു അതിനെന്താ വരാം. ഞാൻ വേഗം കിച്ചൂടെ നോക്കി, കിച്ചൂട്ടാ എറണാകുളത്ത് വെച്ചിട്ട്. അപ്പൊ പോയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ചുങ്കത് ഫാഷൻ ജ്വല്ലറിയുടെ ആഡ് ചെയ്തു. അത് ഞാൻ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നുകൊണ്ട് കാണുകയും അവിടെ ഉള്ളവര് ഇത് നിങ്ങളല്ലേ എന്ന് പറഞ്ഞ് വരികയും ചെയ്യുമ്പോൾ, അപ്പൊ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹങ്ങൾ ഭഗവാൻ നടത്തിത്തരും. പക്ഷെ അതിലൊരു പോസിറ്റിവിറ്റി ഉണ്ടാവണം. അപ്പൊ നമ്മൾക്കുള്ളിൽ ഒരു കഴിവുണ്ടെങ്കിൽ ആ കഴിവിനെ ഭഗവാൻ നടത്തി തരാതിരിക്കില്ല, ഉറപ്പായിട്ടും നടത്തിത്തരും, നിശ്ചയമായിട്ടും നടത്തിത്തരും, സംശയമില്ല. പക്ഷെ അത് ആഗ്രഹം എന്തായിരിക്കണം, പരിമിതികളുള്ള ആഗ്രഹമായിരിക്കണം, നമ്മളെ കൊണ്ട് സാധിക്കും എന്ന ആഗ്രഹമായിരിക്കണം. എങ്കിൽ നമുക്ക് അതിനു വേണ്ടി എന്താ പറയാ ശ്രമിക്കാൻ പറ്റും. അപ്പൊ ഒരു എക്സാമ്പിൾ എന്തോ ആവട്ടെ, വോട്ടെവർ മേ ബി, അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. മഞ്ജു വാര്യർ എന്ന് പറയുന്ന നടി അല്ലെ, മഞ്ജു ചേച്ചി എന്താ ചെയ്തത്, അവരുടെ ജീവിതത്തിൽ ഒരു ട്വിസ്റ്റ് വന്നപ്പോ, പോസിറ്റീവോ നെഗറ്റീവോ അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം, വോട്ടെവർ, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ അവർ അതിൽ തന്നെ ഉറച്ചിരുന്ന്, അയ്യോ ഇനി എനിക്കൊന്നും വേണ്ട, എന്റെ ജീവിതവും പോയി, എല്ലാം പോയി, ഞാൻ ഇത്ര കാലങ്ങളായി മൂവിയിൽ നിന്നൊക്കെ മാറി നിന്നു, ഇനി എനിക്ക് എന്ത് സിനിമ, എന്റെ അഭിനയം എല്ലാം പോയി എന്ന് പറഞ്ഞ് അവരിരുന്നിട്ടില്ല. അവര് ഉയർന്നു വന്നു, അവരുടെ കഴിവിലുള്ള ആ വിശ്വാസത്തെ അവർ ഉയർത്തിക്കൊണ്ടു വന്നു. ഇന്ന് അവരെവിടെ നിൽക്കുന്നു ആലോചിച്ച് നോക്കണം, എവിടെ നിൽക്കുന്നു. അപ്പൊ ഇങ്ങനെ ഓരോരുത്തർക്കും, നമ്മുടെ സുനിത മാം കഴിഞ്ഞു, എല്ലാം തീർന്നു, ഞാൻ ഇനി ബഹിരാകാശത്ത് വെച്ച് മരിച്ചു പോകും എന്ന മനോഭാവത്തിൽ അവരിരുന്നില്ല. അവരുടെ ചുണ്ടിലെ ചിരി മാഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. മനസ്സിലായി, അവരെ ചുണ്ടിലെ ചിരി മായാതെ അവര് ഭൂമിയിൽ തിരിച്ചെത്തി. ശ്രമിക്കണം, നമ്മള് ശ്രമിച്ചാൽ നമുക്ക് എത്താൻ പറ്റും, എത്താൻ പറ്റാത്തതില്ല, ഉറപ്പായിട്ടും പറ്റും. എന്തിനു നിങ്ങൾ ഒരു 4 ചുമരിനുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞ് എന്ന് കരുതി പുറത്ത് നടക്കണം എന്നല്ല കേട്ടോ പറയുന്നത്, ഒതുങ്ങി ഇല്ലാണ്ടാവണം. വീട്ടിന്റെ മുറ്റത്ത് 10 ചീര വെക്കൂ, ഒരു ചീര കൃഷി ചെയ്യൂ. അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും ഇന്ന് നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമ്മൾക്കാവുന്ന കുറെ കാര്യങ്ങളുണ്ട് നമ്മുടെ ചുറ്റും. ഇതെല്ലാം കണ്ടെത്തി നമ്മൾ ചെയ്യൂ. നിങ്ങളിലുള്ള കഴിവുകൾ ഉണർന്നു വരട്ടെ. ഒന്നില്ലെങ്കിൽ 10 കുട്ടികളെ വീട്ടിലിരുത്തിയിട്ട് നല്ലത് പറഞ്ഞു കൊടുക്കും. പാഠപുസ്തകങ്ങൾ എടുക്കാൻ അറിവില്ലെങ്കിൽ 10 കുട്ടികൾക്ക് കുക്കിംഗ് പറഞ്ഞു കൊടുക്കും, വീട്ടിൽ കൊണ്ടുവന്നിട്ട് ചെറിയ കുക്കിംഗ് ക്ലാസ്സുകൾ, അതൊക്കെ ചെയ്യൂ. എത്ര മനോഹാരിത ഉണ്ടാവും. കുറെ ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് നമ്മളായിരിക്കും, നമ്മുടെ കഴിവുകളെ ഉയർത്തിക്കൊണ്ടുവരും. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഭഗവാനെ നമ്മൾ മുറുകെ പിടിക്കണം. അല്ലാതെ ദുഃഖങ്ങൾ പറയാൻ മാത്രമുള്ള ഒരു ഉപാധിയായി ഗുരുവായൂർ അമ്പലനട മാറിപ്പോകരുത്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ജീവിതമായി പോകരുത് നമ്മുടേത്. കർമ്മം ചെയ്യൂ, ഇതാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത്. കർമ്മം ചെയ്യൂ. കർമ്മം ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അതെന്ത് ജോലിയും ആയിക്കോട്ടെ, വീട്ടു ജോലിയാണെങ്കിലും ചെയ്യണം, തെറ്റില്ല. ഇപ്പൊ ഒരു 10 പേരിങ്ങനെ വയ്യാതെ കിടക്കാണ്, അവരെ കുളിപ്പിക്കാനും നോക്കാൻ ആരുമില്ല, എന്താ തെറ്റ്? ഫാമിലി പൊളിറ്റിക്സും നമ്മുടെ ഹൈ പ്രൊഫൈലാണെന്നുള്ള ചിന്തയൊക്കെ മാറ്റി നിർത്തിയിട്ട് നല്ല മനോഭാവത്തോടു കൂടി ആ മൂത്രത്തിലും അപ്പിയിലും കിടക്കുന്ന അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കാൻ നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ അത് പോയി ചെയ്തു കൊടുക്കും. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മതി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ. അതിനൊരു താഴ്മ നിങ്ങൾ കാണേണ്ട കാര്യമില്ല. മനസ്സിലാവുന്നില്ല? അതിനൊരു മനോഭാവം ഉണ്ടെങ്കിൽ, അതിന് നിങ്ങൾക്കൊരു കഴിവുണ്ടെങ്കിൽ അത് ചെയ്യാനും നമ്മൾ മടിക്കരുത് എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഉയർന്നുയർന്ന് ജീവിതത്തിലേക്ക് വരിക. നമ്മുടെ ആ ഒരു ഞാൻ വലിയൊരു പൊട്ടൻഷ്യലാണ്, ഞാൻ വലിയ നിറഞ്ഞ ഫാമിലിയിലാണ്, എൻ്റെ അപ്പൂപ്പൻ ആനപ്പുറത്തായിരുന്നു, എൻ്റെ ഹസ്ബൻഡിന്റെ മക്കളെല്ലാം ഗൾഫിലാണ്, അപ്പൊ ഞാൻ മാത്രം ഇങ്ങനെ, അങ്ങനെ ചിന്തയൊന്നും വേണ്ട. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ഇന്ന് നിങ്ങൾ അധ്വാനിച്ച് നിങ്ങളുടെ കയ്യിൽ 10 രൂപയുണ്ടോ, നാളെ നിങ്ങൾ വിലമതിക്കാനാവാത്തൊരു മാണിക്യമാണെന്ന് ആലോചിക്കുക. കുടുംബത്തിന്റെ മുമ്പിലും അതെ, കൂട്ടുകാരുടെ മുമ്പിലും അതെ, സമൂഹത്തിന്റെ മുമ്പിലും അതെ. ആ രീതിയിലേക്ക് നമ്മളെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. ഈ കാലത്ത് മായാപഹൃതജ്ഞരായി അസംഖ്യം ആളുകളുണ്ട് അല്ലെ, മായയിൽ പെട്ടുപോയ ഒരുപാട് ആളുകളുണ്ട്. ഭഗവത്ഗീത പണ്ഡിതന്മാരിൽ പോലും, ഭഗവത്ഗീത പഠിച്ചവരിൽ പോലും മായയിൽ പെട്ടുപോയവരുണ്ട്. ആലോചിച്ചു, ചിന്തിക്കണം. നല്ലത് പറഞ്ഞു തരിക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. ഇതൊക്കെ മാതാജിക്ക് എങ്ങനെ അറിയാൻ പറ്റിയെന്ന് വെച്ചാൽ, മാതാജിക്ക് ചുറ്റുള്ള ആളുകൾ മാതാജിയെ പഠിപ്പിച്ച കാര്യമാണ് ഇതൊക്കെ. മനസ്സിലായില്ലേ? ഞങ്ങളൊക്കെ ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ വാട്ട് ഈസ് നെക്സ്റ്റ്, അതേക്കുറിച്ച് ചിന്തിക്കുക. അടുത്തത് എന്താ ചെയ്യാൻ പറ്റുക, എന്തൊക്കെ എത്ര ആർട്ടിസ്റ്റുകൾ കൃഷി ചെയ്യുന്നു എന്നറിയോ?
എത്ര ആർട്ടിസ്റ്റുകൾ എന്താ പറയാ ഈ വയ്യാതെ കിടക്കുന്ന ആൾക്കാരെ ശുശ്രൂഷിക്കുന്നു എന്നറിയോ? എത്ര ആർട്ടിസ്റ്റുകൾ അച്ചാറുകൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ലൊക്കേഷനിൽ പോലും സെയിൽ ചെയ്യുന്നു എന്നറിയാമോ? നിങ്ങൾ ഈ സിനിമയിലും സീരിയലിലും കാണുന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും സൈഡ് ബിസിനസ്സുകളുണ്ട്. ആലോചിച്ച് നോക്കണം. മിക്ക ആർട്ടിസ്റ്റുകൾക്കുണ്ട്. കാരണം എന്താ, അവർ ജോലി ചെയ്യാൻ റെഡിയാണ്. ഏത് സമയത്തും തൊഴിൽ ചെയ്യാൻ റെഡിയാണ്. ഗവൺമെന്റ് ജോലി ചെയ്യുന്ന പോലെയല്ല ഞങ്ങൾ ചെയ്യുന്നത്. രാവിലെ 6 മണിക്ക് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. 6 മണിക്ക് ചെന്ന് മേക്കപ്പ് ഇട്ടാൽ പിന്നെ കണ്ണൊന്നും ഇങ്ങനെ അടക്കാൻ പറ്റില്ല. കാരണം എന്താ, കണ്ണിലാണ് എക്സ്പ്രഷൻ വേണ്ടത്. ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ എവിടെയെങ്കിലും പോകാനൊന്ന് സാരിയൊക്കെ കൊടുത്ത് റെഡിയായി മേക്കപ്പ് ഒക്കെ ഇട്ടിരുന്ന് വണ്ടി വരാൻ 1 മണിക്കൂർ താമസിച്ചാൽ നിങ്ങളുടെ മനോഭാവം എന്താണ്? വട്ടുപിടിക്കും അല്ലെ? ഇങ്ങനെ ഒരുങ്ങിക്കെട്ടിയിരിക്കാന്ന് പറഞ്ഞ ദേഷ്യം വരും എന്ന് പറയും. ഞങ്ങൾ ഈ ഒരുങ്ങിക്കെട്ടിയിരിക്കുന്നത് രാവിലെ 6 മണി മുതൽ രാത്രി 12-1 മണി വരെയാണ്. അപ്പം ഇങ്ങനെ ടച്ചപ്പ് ചെയ്ത് ഉറങ്ങാതെ സംസാരിച്ച് വായിച്ച്, ഷൂട്ടില്ല 1 മണിക്കൂർ ബ്രേക്ക് ആണെങ്കിൽ ആ സമയത്ത് ഗീതയെ കുറിച്ച് ഒക്കെ സംസാരിച്ച്, പല പല മേഖലകളെ കുറിച്ച് സംസാരിച്ച്. എത്ര പേര് സാരിയുടെ ബിസിനസ് ചെയ്യുന്നു എന്നറിയോ? എത്ര പേര് സൽവാർ ബിസിനസ് ചെയ്യുന്നു എന്നറിയോ? എത്ര പേര് മേക്കപ്പ് ഐറ്റംസ് ബിസിനസ് ചെയ്യുന്നു എന്നറിയാമോ? എല്ലാവർക്കും ജോലിയുണ്ട്. പറയുമ്പോൾ ഞങ്ങളുടെ സാലറി നല്ല ഹൈ ആണ്, പെർ ഡേ സാലറിയാണ് ഞങ്ങൾക്ക്. എന്നിട്ടും ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ബാക്കി സമയം കൂടെ ജോലിക്ക് വേണ്ടി ചെലവഴിക്കുന്നു. കാരണം എന്താ, ആരോഗ്യമുള്ള സമയത്തെ അതിന് സാധിക്കും. മനസ്സിലാവുന്നില്ലേ? ഒന്നിനും ഒരു മടി വിചാരിക്കേണ്ട. ഉണർന്ന് പ്രവർത്തിക്കാൻ ശ്രമിക്കുക. ഉണർന്ന് പ്രവർത്തിച്ച് നമ്മുടെ പേര് നമ്മൾ എഴുതി ചേർക്കുക. സമൂഹത്തില് നല്ലൊരു സ്ഥാനത്ത് എഴുതി വെക്കുക. നമ്മളെ ആരൊക്കെ തളർത്തിക്കളഞ്ഞോ, ആരൊക്കെ അപമാനിച്ചോ, നാളെ അവര് നമ്മളെ തേടി വരുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറുക. ഒന്നും വേണ്ട, കുറച്ച് നൂലിന്റെ ബിസിനസ് ചെയ്യാലോ. എത്രയോ നൂലുകള് തിരുപ്പൂരും അവിടെയും ഇവിടെയും 10 ടൈലറിംഗ് കടയിൽ കൊണ്ടു കൊടുക്കുക. വേണ്ടാന്ന് അവര് പറയില്ല. നൂല് വേണോ? ഞങ്ങൾ നൂല് സപ്ലൈ ചെയ്യുന്നുണ്ട്. എത്ര നല്ല ബിസിനസ്സാ, ആലോചിച്ച് നോക്കൂ. എത്ര നല്ല ബിസിനസ്സാണ്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ചെറുതിൽ നിന്ന് ആരംഭിക്കൂ. ജീവിതം ഇങ്ങനെ മുരടിച്ച പോലെ ആക്കല്ലേ. 10 മണി 11 മണിയായി കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും, സർ പാക്കപ്പ് ആവാറായോ? അയ്യോ ഇല്ലില്ല, 2 സീനും കൂടെ. 2 സീൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം അത് 5 മണിക്കൂറാണെന്നുള്ളത്. സ്ട്രെയിറ്റ് എടുക്കണം, വൈഡ് എടുക്കണം, സജഷൻ എടുക്കണം, എല്ലാം എടുത്ത് വരുമ്പോഴേക്കും 4-5 മണി. അപ്പൊ ഇന്നും ഞങ്ങൾ എന്താ പറയാ, ശിവരാത്രി എന്ന് പറഞ്ഞുകൊണ്ട് മുഖത്ത് ഒരു മനോഭാവമോ ഒരു മാറ്റവും ഇല്ലാതെ വീണ്ടും ആ 2 സീന് ഞങ്ങൾ റെഡിയാണ്. അതിനിടയിൽ കുറച്ച് റീൽസ് ഒക്കെ ചെയ്ത് കളിച്ച് ചിരിച്ച് രാത്രി പാക്കപ്പ് പറഞ്ഞു പോകുമ്പോഴേക്കും സമയം 12-1 മണിയായി ഉണ്ടാവും. അവിടെ നിന്ന് വണ്ടി കയറി വീട്ടിലെത്തി ആദ്യം ഈ പുട്ടി അടിച്ചതൊന്ന് തുടച്ചു കളഞ്ഞ് എന്താ പറയാ ഒന്ന് സമാധാനായി കുളിച്ച് വന്ന് ഭഗവാനെ പ്രാർത്ഥിച്ച്, കൃഷ്ണ ഗുരുവായൂരപ്പ എന്നും പറഞ്ഞൊന്ന് വാട്സപ്പ് എടുത്ത് വെറുതെ ഒന്ന് കുറച്ചു നേരം ഒന്ന് നോക്കി ഇങ്ങനെ ഉറങ്ങിപ്പോവും. അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും വിഷമങ്ങൾ ഇട്ടെങ്കിൽ അത് കേട്ടുകൊണ്ടായിരിക്കും ഇങ്ങനെ ഉറങ്ങുന്നത്. അത് മനസ്സിൽ വെച്ച് കിടന്നുറങ്ങി. അപ്പൊ അടുത്ത മെസ്സേജ് വരും ഗ്രൂപ്പില്, നാളെ രാവിലെ 4 മണിക്ക് വണ്ടി വരും, അല്ലെങ്കിൽ 5 മണിക്ക് വണ്ടി വരും. സാർ കൊഞ്ചും തൂങ്ങണം സാർ. പറവാലമ്മ പാത്തുക്കലാമ്മ, വണ്ടിയിലേ ഉക്കാந்து തൂങ്ങിക്കോங்க, ഒരു 1 hour റെസ്റ്റ് എടുത്തുക്കോங்க. രാവിലെ വീണ്ടും വണ്ടി വന്ന് നമ്മളെ കൊണ്ടുപോകാൻ. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെയാണ് ഓരോ ജീവിതങ്ങളുടെ പിന്നിലുള്ളത്. നമ്മൾ കാണുമ്പോൾ മോഹൻലാൽ ഭയങ്കര ലൈം ലൈറ്റിലാണ്. അദ്ദേഹം ആ പൊസിഷനിൽ എത്താൻ എത്ര കഷ്ടപ്പെട്ടു എന്ന് ആലോചിക്കണം. ഓരോ കുട്ടി ആർട്ടിസ്റ്റുകളും അതെ. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? കഷ്ടപ്പെടാതെ നമുക്ക് കയറി വരാൻ പറ്റില്ല. കഷ്ടപ്പെടുന്നെ ചെയ്യണം. കഷ്ടപ്പെട്ട് നമ്മളായി തീരുമ്പോ ഒരു ഭംഗിയുണ്ട്, ഒരു മനോഹാരിതയുണ്ട്. ജീവിതം മുരടിപ്പിക്കരുത് മായയിൽപ്പെട്ടിട്ട്, കേട്ടോ. ശ്രീകൃഷ്ണനാണ് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ എന്ന് ഭഗവത്ഗീതയിൽ ലളിതമായ ഭാഷയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇല്ലേ? ലളിതമായ ഭാഷ, അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണെന്ന് ഭഗവത്ഗീതയിൽ ലളിതമായ ഭാഷയിൽ പറഞ്ഞു തന്നിട്ടുണ്ടെന്നാ പറയുന്നത്. ശക്തമായ ഭാഷയിൽ പറഞ്ഞു എന്നുള്ളൊരു വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ലാളിത്യത്തിന് ജീവിതത്തിലെ പ്രാധാന്യം മനസ്സിലാക്കുക. ഭഗവാനെ പോലും അത് ലളിതമായിട്ടാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു മുറുമുറുപ്പ് വേണ്ട, സിമ്പിൾ. ഓക്കെ. അദ്ദേഹത്തെക്കാൾ ഉത്തമനായോ അദ്ദേഹത്തിന് തുല്യമായോ ആരുമില്ല. എന്നിട്ടും ഭഗവാൻ എത്ര സിമ്പിളാണ്. ആ സിംപ്ലിസിറ്റി എന്തുകൊണ്ട് ഭഗവാനെ ആരാധിക്കുന്ന നമ്മളിലേക്ക് കയറി വരുന്നില്ല? മനുഷ്യരുടെ എല്ലാം ആദി പിതാവായ ബ്രഹ്മാവിന്റെയും പിതാവാണ് അദ്ദേഹം എന്ന് പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട്, ഇല്ലേ? മനുഷ്യരെ എല്ലാവരുടെയും പിതാവ് ആരാണ്? ബ്രഹ്മദേവൻ. കാരണം അദ്ദേഹമാണ് നമ്മളെ സൃഷ്ടിച്ചത്. ആ ബ്രഹ്മദേവന്റെ പോലും പിതാവാണ് ആര്? സാക്ഷാൽ ഗുരുവായൂരപ്പൻ. എന്നിട്ട് ആ ഗുരുവായൂരപ്പൻ എങ്ങനെയാണ്? അമ്മേ കുറച്ച് വെണ്ണ തരൂ, അയ്യോ എന്റെ ഭക്തൻ കരയുന്നു, എന്ത് പറ്റി? ഞാൻ ഓടിച്ചെല്ലു, കൃഷ്ണ എന്ന് വിളിക്കുമ്പോഴേക്ക് ഇതേ ഞാൻ എത്തിപ്പോയേ എന്ന് പറയും. കൂറുരമ്മ കൊണ്ടേ കലത്തിലോട്ട് വെച്ച് കൂട്ടി. ആലോചിക്കുക എത്ര സിമ്പിൾ ആണെന്ന്. ഭഗവാൻ പറഞ്ഞോ കൂറുരമ്മേ മാറി നിൽക്കൂ, ഞാൻ ഭഗവാനാണെന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല. ഓരോ ഭക്തന്റെയും ഉള്ളിൽ അവൻ ആരാധിക്കുന്ന രീതിയിൽ ഭഗവാൻ നിറഞ്ഞു വിളയാടാണ്.
അപ്പൊ അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, സിമ്പിൾ ആയിട്ടിരിക്കുക. വാസ്തവത്തിൽ കൃഷ്ണൻ ബ്രഹ്മാവിന്റെ പിതാവ് മാത്രമല്ല, പിന്നെയോ എല്ലാ ജീവജാലങ്ങളുടെയും പിതാവാണ്. അവ്യക്തിഗത ബ്രഹ്മത്തിന്റെയും പരമാത്മാവിന്റെയും തായ് വേരാണ് അവിടുന്ന്. ആലോചിക്കൂ, എല്ലാത്തിന്റെയും അടിസ്ഥാനമാണ് ഭഗവാൻ. എല്ലാ ജീവികളിലുമുള്ള പരമാത്മാവ് അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ അംശം തന്നെ. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ പരമാത്മാവുണ്ട്. അത് ഭഗവാന്റെ സമ്പൂർണമായിരിക്കുന്ന അംശമാണ്. എല്ലാത്തിന്റെയും ഉത്പത്തി അദ്ദേഹത്തിൽ നിന്നാണ്. ഭഗവാനിൽ നിന്നാണ് എല്ലാത്തിന്റെയും തുടക്കം. എല്ലാവരും ഭഗവത് ചരണങ്ങളിൽ സ്വയം സമർപ്പിക്കപ്പെടേണ്ടതാണ്, അല്ലെ? ഭഗവാന്റെ പാദങ്ങളിൽ എപ്പോഴും സമർപ്പിക്കപ്പെടേണ്ടതാണ്. ഇത്രയും എല്ലാം വ്യക്തമായി ഇരുന്നിട്ടും, ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ മായാപഹൃതജ്ഞരായിരിക്കുന്ന ജനങ്ങൾ, മായയിൽ അങ്ങ് തലകുത്തി കിടക്കുന്ന ആൾക്കാര് അദ്ദേഹത്തിന്റെ ആ ഒരു വ്യക്തിവൈശ്യത്തെ, ഭഗവാന്റെ ആ ഒരു പുണ്യത്തെ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഓടുന്നുണ്ട്, പക്ഷെ ഭഗവാന്റെ പുണ്യത്തെ നമ്മളൊന്ന് അംഗീകരിക്കാൻ പഠിക്കണം. അദ്ദേഹത്തെ വെറും ഒരു സാധാരണ മനുഷ്യനാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. കണ്ണാ, നീ എനിക്കിത് തന്നില്ലേ, ഞാൻ ഈ നിന്നോട് മിണ്ടില്ല, ഞാൻ അമ്പലത്തിൽ വരൂല, അത് ചെയ്യില്ല, ഇത് ചെയ്യില്ല. ഈ മനോഭാവമൊക്കെ മാറ്റിയിട്ട് അദ്ദേഹം ആരാണെന്ന് ആദ്യം മനസ്സിലാക്കൂ. അനുഗ്രഹീതമായിരിക്കുന്ന ആ മനുഷ്യരൂപം, ഭഗവാൻ നമ്മൾക്ക് കാണാൻ വേണ്ടി തന്നിരിക്കുന്ന ആ മനുഷ്യരൂപത്തെ നമ്മൾ വെറും ഒരു സാധാരണ മനുഷ്യനായി കാണാൻ പാടില്ല. പിന്നെന്താ? മായാപഹൃതജ്ഞാനികളുടെ, മായയിൽ പെട്ടുപോയിരിക്കുന്ന ഈ മനുഷ്യരുടെ ആധികാരികതകളല്ലാത്തതും ഗുരു ശിഷ്യ പരമ്പരയിൽ പെടാത്തതുമായിരിക്കുന്ന ഗീതാ വ്യാഖ്യാനങ്ങൾ ആധ്യാത്മിക ജ്ഞാനത്തിന്റെ മാർഗത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നവയാണ്. മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആധ്യാത്മികമായിരിക്കുന്ന നമ്മുടെ പുരോഗതിയിൽ തടസ്സം വരും. അതിനെയൊക്കെ ഒന്ന് മാറ്റി നിർത്തുക. പിന്നെയോ മായാമോഹിതരായിരിക്കുന്ന വ്യാഖ്യാതങ്ങൾ കൃഷ്ണനെ സ്വയം സമർപ്പിക്കാനോ അങ്ങനെ ചെയ്യാൻ മറ്റുള്ളവരെ പഠിപ്പിക്കാനോ പാടില്ല. മായയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്ത് പ്രചരണം ചെയ്യാൻ പാടില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഭഗവാൻ എന്താണ് എന്നുള്ളത് വേണം പറഞ്ഞു കൊടുക്കാൻ. ആ ഫാൻ ഒന്ന് ഓൺ പണുക കിച്ചണില്. ഭഗവാൻ എന്താണ് എന്ന് വേണം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ. ഭഗവാൻ ആരാണ്, ഭഗവാൻ എന്താണ്, ഭഗവാൻ എന്തിനു വേണ്ടിയാണ് നമ്മളുമായിട്ട് ഇത്രയും മനുഷ്യരൂപം എടുത്തുകൊണ്ട് നമ്മളിലേക്ക് വന്നിറങ്ങിയത്, ഇതേക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക. ആസുര സ്വഭാവികൾ അഥവാ ആസുരം ഭാവ ആശ്രിതർ ആണ് നാലാമത്തെ ദുഷ്കൃതികൾ. എന്താണ്? ആസുര സ്വഭാവികൾ, അതായത് അസുര സ്വഭാവമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ആസുരം ഭാവം ആശ്രിതർ, അവരാണ് നാലാമത്തെ ദുഷ്കൃതികൾ. അവർ തികച്ചും നാസ്തികരാണ്. അസുര സ്വഭാവമുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞാൽ അവർ തികച്ചും നാസ്തികരാണ്, ഭഗവാനെ അറിയാത്തവരാണ്. പരമപുരുഷനായിരിക്കുന്ന ഭഗവാൻ ഒരിക്കലും ഭൗതിക ലോകത്തിൽ അവതരിക്കാൻ കഴിയുകയില്ലെന്ന് അവർ വാദിക്കുന്നു. ഭഗവാൻ ഒരിക്കലും ഭൗതിക ലോകത്തിൽ വരില്ല എന്നാണ് അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് അവതരിച്ചുകൂടാ എന്ന ചോദ്യത്തിന് ശരിയായൊരു ഉത്തരം നൽകാൻ അവർക്ക് സാധിക്കില്ല. അവർ പറയും ഭഗവാൻ അവതരിക്കില്ലെന്ന്. പക്ഷെ ഭഗവാൻ എന്തുകൊണ്ട് ഈ ലോകത്ത് വരാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് അവതരിക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിന് ഉത്തരവുമില്ല. മറ്റു ചിലരാണെങ്കിലോ ഈശ്വരൻ അവ്യക്തിഗത ഭാവത്തിന്റെ ആശ്രിതരാണെന്ന് കരുതുന്നു. നമ്മൾക്ക് എന്താ മനസ്സിലാവുക? ഭഗവാൻ എന്താണ്? എല്ലാ ജീവാത്മാവിന്റെയും ആശ്രിതമായിരിക്കുന്ന കേന്ദ്രമാണ് ഭഗവാൻ എന്ന് നമുക്കറിയാം. എന്നാൽ നേരെ മറിച്ചാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. ഭഗവത് വ്യക്തിത്വത്തിൽ ഈർഷ്യയുള്ള നിരീശ്വരവാദികൾ കൽപ്പോകൽപിതങ്ങളായിരിക്കുന്ന പല കപട അവതാരങ്ങളെയും രംഗത്തിറക്കുന്നുണ്ട്. കൽക്കിയാണെന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ വന്ന് കുറെ കാലം യൂട്യൂബിൽ തുള്ളിയിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു. ചിന്തിച്ചു നോക്കൂ. ഞാനാണ് ഭഗവാൻ വിഷ്ണു, ഞാനാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ തുള്ളിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എന്തുമാത്രം കപട ഈശ്വരന്മാരാണ് ഈ ലോകത്ത് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാക്സിമം ക്ലാസ് ഷെയർ ചെയ്യൂട്ടോ. ആദ്യം മനുഷ്യ ദൈവങ്ങളിലേക്ക് പോകാതിരിക്കുക. ദൈവത്തോർത്തിട്ട് മനുഷ്യനെ മനുഷ്യനായി കാണാം. മനുഷ്യൻ എന്ന് പറയുന്നത് ഭഗവാന്റെ സൃഷ്ടികൾ മാത്രമാണ്. നമ്മൾ ജീവിക്കുന്ന രീതി കൊണ്ട് ചിലപ്പം ഭഗവാനോട് നമ്മളൊരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ നടക്കും, ഇല്ല എന്ന് പറയണില്ല. നമ്മളിലുള്ള സാത്വികതയായിരിക്കാം നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് ഈസി ആയിട്ട് നടക്കുന്നത്. അതിന്റെ അർത്ഥം അവർ ഭഗവാനാണെന്നല്ല. മനസ്സിലാകുന്നുണ്ടോ? അതിന്റെ അർത്ഥം അവർ ഭഗവാനാണ് എന്നല്ല. ഭഗവാൻ ഭഗവാനും മനുഷ്യൻ മനുഷ്യനുമാണ്. മനുഷ്യ ദൈവങ്ങളെ ആരാധിക്കാതിരിക്കുക. ഭഗവാന്റെ പാദങ്ങളിൽ മാത്രം നമ്മൾ സമർപ്പണം ചെയ്യുക.
ആ പാദങ്ങളുടെ മഹത്വം മനസ്സിലാക്കുക. ഭഗവാനെ നിന്ദിക്കുക എന്ന ജീവിത ലക്ഷ്യമാക്കിയെടുത്ത അക്കൂട്ടർക്ക് കൃഷ്ണപാദങ്ങളിൽ ആത്മസമർപ്പണം സാധ്യമല്ല. അവർ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. മനുഷ്യ ദൈവങ്ങളുടെ അടുത്തേക്ക് പോകാതിരിക്കൂ പ്ലീസ്. ഇതെന്റെ ഹംബിൾ റിക്വസ്റ്റ് ആണ്. ഭഗവാൻ ഭഗവാനാണ്. എവിടെങ്കിലും പോകണമെന്ന് ആലോചിച്ചാൽ നേരെ ഗുരുവായൂർ അമ്പലത്തിന്റെ നടക്കി പോവാം. ഭഗവാനെ പ്രാർത്ഥിക്കുക, ഭഗവാനുമായിട്ടൊരു ആത്മബന്ധം സൂക്ഷിക്കുക, മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിക്കുക. ബഹുമാനം ഉണ്ടായിക്കോട്ടെ, മനുഷ്യനോട് ആദരവ് ഉണ്ടായിക്കോട്ടെ, മനുഷ്യനോട് ഭക്തി ഉണ്ടാവരുത്. കാരണം എന്താ, മനുഷ്യൻ ഭഗവാന്റെ സൃഷ്ടി മാത്രമാണ് എന്ന മനോഭാവം നമ്മൾ ഉള്ളിൽ സൂക്ഷിക്കണം. ദക്ഷിണേന്ത്യയിലെ ആൾവാർ ശ്രീ യമുനാചാര്യർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? അല്ലയോ ഭഗവാനെ, അവിടുത്തേക്ക് അസാധാരണമായ ലീലകളും ഗുണങ്ങളും രൂപങ്ങളുമുണ്ട്. സത്വഗുണാധിഷ്ഠാദിതങ്ങളായിരിക്കുന്ന ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാൽ അങ്ങയുടെ വ്യക്തിത്വം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇല്ലേ? ഭഗവാൻ ഭഗവാനാണെന്ന് അനേകായിരം ഗുണങ്ങൾ കൊണ്ടും അദ്ദേഹത്തിന് അനേകായിരം ലീലകളുണ്ട്, രൂപങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അദ്ദേഹമാണ് സമസ്തവുമായിരിക്കുന്ന ജീവജാലങ്ങളുടെയും അധിപതി എന്നും പറഞ്ഞ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ദിവ്യ ഗുണസ്ഥിതരും ആത്മീയ ശാസ്ത്രത്തിൽ അഗാധ ജ്ഞാനമുള്ളവരെന്ന് പേര് കേട്ടവരുമായിരിക്കുന്ന മഹാത്മാക്കളിൽ അങ്ങ് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് മഹാത്മാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഭഗവാൻ ഭഗവാനാണെന്ന് അംഗീകരിച്ചിട്ടുണ്ട്. എങ്കിലും നിരീശ്വര ഭാവത്തെ ആശ്രയിക്കുന്നവർക്ക് അങ്ങ് അഗ്രാഹ്യനാണ്. നിരീശ്വരവാദികൾക്ക് ഭഗവാനെ അറിയാൻ കഴിയുന്നില്ല, ശരിയല്ലേ? അവരിപ്പോഴും വേറെ എന്തിന്റെയോ പിന്നിലാണ്, ശാസ്ത്രത്തിന്റെയും അതിന്റെയും ഇതിന്റെയും ഒക്കെ പിന്നിലാണ്. പക്ഷെ ഭഗവാനെ അറിയാൻ നേരമില്ല. എന്നിട്ട് അനന്തമല്ലാത്ത ഏതോ സംഭവത്തെ തേടി അവരിങ്ങനെ നടക്കുക. കസ്തൂരിമാന്റെ ശരീരത്തിൽ നിന്നാണ് കസ്തൂരി വരുന്നതെന്ന് കസ്തൂരിമാൻ അറിയാതെ കസ്തൂരിമാൻ തേടിക്കൊണ്ട് നടക്കുക. അതേപോലെ ഭഗവാൻ എന്താണെന്ന് അറിയാതെ ഭഗവാനെ വെല്ലുവിളിക്കാൻ പോവുക. ഇതാണ് നിരീശ്വരവാദികൾ ചെയ്യുന്നത്. അതിനാൽ മേൽപ്പറഞ്ഞ ശുദ്ധമൂഢർ, നരാധമന്മാർ, മായാമോഹിതരായിരിക്കുന്ന ഊഹാപോഹികൾ, തികഞ്ഞ നിരീശ്വരവാദികൾ, ഇങ്ങനെ 4 തരത്തിലുള്ള ആൾക്കാർ. ആരൊക്കെയാണ്? ശുദ്ധമൂഢന്മാർ, നരാധമന്മാർ, മായാമോഹിതരായിരിക്കുന്ന ഊഹാപോഹികൾ, തികഞ്ഞ നിരീശ്വരവാദികൾ എന്നിവർ ശാസ്ത്രാനുസൃതവും ആധികാരികവുമായിരിക്കുന്ന ഉപദേശങ്ങൾ നൽകിയാലും ഒരിക്കലും പരമപുരുഷന്റെ പാദകമലങ്ങളിൽ അഭയം പ്രാപിക്കുകയില്ല. ശുദ്ധമൂഢന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലേ? അവരാണെങ്കിലും ശരി, നരാധമന്മാരാണെങ്കിലും ശരി, അത് കനിവുള്ള ഇല്ലാത്ത ജന്മങ്ങൾ, അവരാണെങ്കിലും മായാമോഹിതരായിരിക്കുന്ന ഊഹാപോഹികൾ. അവർ മായ തലയ്ക്ക് പിടിച്ചിട്ട് പലതിനെയും ഊഹിച്ചു പറയും. മനസ്സിലായില്ലേ? പല കാര്യങ്ങളും ഇങ്ങനെ ഊഹിച്ച് അത് അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കുന്നൊക്കെ ഊഹിച്ചു പറയും. ഇങ്ങനെയുള്ള ഊഹാപോഹികൾ, തികഞ്ഞ നിരീശ്വരവാദികൾ, ഭഗവാൻ എന്ന് പറയുന്ന ചിന്തയില്ലാതെ നടക്കുന്ന വ്യക്തികൾ, ഇവര് എത്ര ഉപദേശിച്ചാലും ആലോചിക്കാം, ഒഴിവാക്കുക. കാരണം എന്താ? അവരൊരിക്കലും ഭഗവാൻ കൃഷ്ണന്റെ പാദങ്ങളെ അംഗീകരിക്കുന്നില്ല. ഭഗവാൻ കൃഷ്ണന്റെ പാദങ്ങളെ അംഗീകരിക്കുന്നവരോട് മാത്രമേ സഹവാസത്തിന് നിൽക്കാൻ പറ്റൂ. അതായിരിക്കും ജീവിതത്തിൽ ആത്മീയ ഉയർച്ചയ്ക്ക് കാരണമായി മാറുന്നത്. ഓക്കെ, അപ്പൊ 12:30 അരമണിക്കൂർ കൊണ്ട് ഞാൻ പോയി ഫുഡ് ഉണ്ടാക്കി കഴിക്കട്ടെ. എന്നിട്ട് കുട്ടികളുടെ ക്ലാസ് വെച്ചതിന് ശേഷം നമുക്ക് ഒരു ക്ലാസ്സും കൂടി വെക്കാം. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് മെസ്സേജ് നോക്കാനുണ്ട്. ഇപ്പൊ ആരും വിളിക്കല്ലേ, ഞാൻ കിച്ചണിലായിരിക്കും. ഗ്യാസിന്റെ അടുത്തേക്ക് മൊബൈലും കൊണ്ടുപോയാൽ പിന്നെ ഞാൻ ഉണ്ടാവും. ഞാൻ വേണമെന്നുണ്ടെ വിളിക്കരുത്. ഭക്ഷണം കഴിക്കട്ടെ ഉണ്ടാക്കിയിട്ട്. ഓക്കെ, ഇനി നമ്മൾ 16-ാമത്തെ അധ്യായത്തിലേക്കാണ് പോകുന്നത്. ഇന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും ഓൾമോസ്റ്റ് ഫ്രീ ആയിരിക്കും അല്ലേ? എനിക്ക് കുട്ടികളുടെ ക്ലാസ് ഉണ്ട്. അപ്പൊ കുട്ടികളുടെ ക്ലാസ് കൂടെ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാം? ക്ലാസ് എടുക്കാം. ആ പെണ്ണും തരുവിന്ദമേ ഒരു ക്ലാസ്സോ 1-2 ക്ലാസ്സും കൂടെ ഞാൻ സമയം പോലെ നോക്കി വെച്ചു തരാം. പ്രത്യേകിച്ച് എനിക്ക് എങ്ങോട്ടും പോകാനൊന്നുമില്ല. ഏതെങ്കിലും ഒരു പെണ്ണെടുത്താൽ മതി, എങ്ങോട്ടും പോകാനില്ല. അപ്പം മാക്സിമം ഞാൻ നോക്കട്ടെ. സാധിച്ചാൽ ഇനി അടുത്ത ക്ലാസ്, കാരണം ഒരാഴ്ചയൊന്നും ക്ലാസ് എടുത്തില്ലല്ലോ ഞാൻ. ഓക്കെ, അപ്പോൾ മാക്സിമം എടുത്തു തരാം. 16-ാമത്തെ ശ്ലോകത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ ആർക്കൊക്കെയാണ് വാൽക്കണ്ണാടി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മഞ്ജരീസിന്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിടുക. അതുപോലെ ആർക്കൊക്കെയാണ് ഇത് വേണ്ടത്, എന്താ ഏകാദശി ബുക്ക്, അതൊന്നും ഇട്ടുക. ഓക്കെ, ഇപ്പൊ തന്നെ ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും വേണ്ടി കൃത്യമായിട്ട് ഉച്ചയ്ക്ക് നല്ല സൂപ്പർ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും. നല്ല ചോറ് കഴിച്ചിട്ട് നല്ല കുട്ടികളായിട്ട് 1 മണിക്കൂർ കിടന്നുറങ്ങിക്കേ. അപ്പോഴേക്കും ഞാൻ എൻ്റെ കുഞ്ഞു മക്കളുടെ ക്ലാസ് തീർത്തിട്ട് വരാം. ഓക്കെ, ക്ലാസ് വേണം തരാട്ടോ, ഇല്ലെങ്കിൽ എൻ്റെ മക്കളെന്നോട് പിണങ്ങും. അത്
മാതാജിയെ കണ്ടില്ല എന്നും പറഞ്ഞോണ്ട് വരും. മാതാജി ക്ലാസിന്റെ ലിങ്ക് എവിടെ, എപ്പ വരും എന്നും ചോദിച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്യട്ടെ, അവരെ ക്ലാസ് ആദ്യം തീർക്കട്ടെ. എന്നിട്ട് നമുക്ക് അതിന്റെ ഇടയ്ക്ക് നിങ്ങളൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോഴേക്കും, കാപ്പിയൊക്കെ കുടിച്ച് റെഡിയായി വരുമ്പോഴേക്കും ഞാൻ എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിന് റെഡി ആയിട്ട് വരാം. ഓക്കെ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്. ഓം ശ്രീ മാത്രേ നമഃ. ഹരേ കൃഷ്ണ.